എല്ലാ പ്രാർത്ഥനകളും ഓർത്ത് പിന്നെയും നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെടുക്കും. ചിലക്കും അന്യഭാഷയിൽ വരവില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ ഏറ്റവും ശക്തമേറിയ ബൈബിൾ വ്യക്തമായി പറയുന്ന ഒരു പ്രാർത്ഥന, നിങ്ങൾക്കിപ്പം ഇംഗ്ലീഷ് അറിയാത്ത അല്ലെങ്കിൽ അറബിയുള്ള ഒരു മനുഷ്യൻ്റെ അടുക്ക് പോയി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ആ ഭാഷ അറിയാത്തതുകൊണ്ട് ചിലപ്പം നമുക്ക് അവർ പറയുന്ന വാക്കുകൾ ചിലപ്പം നമുക്ക് ചിരി വന്നേക്കാം, അല്ലേ? ചിലപ്പോൾ നമുക്ക് അറിയാത്തൊരു ഭാഷ മറ്റൊരാൾ പറയുമ്പോൾ അവരുടെ വാക്കുകൾ ചിലപ്പോൾ നമ്മൾ മലയാളം പറയുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷക്കാരന്, ഇപ്പം അറബി നാട്ടിലുള്ള വ്യക്തിയോ ഇംഗ്ലീഷുകാരനോ അല്ലെങ്കിൽ സ്പാനിഷുകാരനോ ഒക്കെ അവർക്കിത് കേൾക്കുമ്പോൾ നമ്മുടെ ഓരോ വാക്കുകളും ട്യൂണുകളും കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതേപോലെയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട്, ആ ഭാഷ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ചിലപ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുക, അന്യഭാഷ വരത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. ഏറ്റവും ശക്തമേറിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പിന്നെയും തുടർമാനമായിട്ട് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വസിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത എന്തിനെ പറ്റിയുള്ളതാണ്? നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് വചന ചിന്തയാണ് നമ്മൾ കേട്ടതെന്ന് ഓർമ്മയുണ്ടോ? ആമേ, നമ്മൾ പറഞ്ഞ അഭ്യാസം ചെയ്യുക, അല്ലേ? നമ്മളെ തന്നെ എന്ത് ചെയ്യുക? എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ പരിശീലിക്കുക. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വാക്യം കേട്ടു. നമ്മൾ തിമത്തിയോസിൻ്റെ എഴുതിയ ലേഖനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ ശാരീരിക അധ്വാനം അല്പമത്രേ, പക്ഷേ ആത്മീയമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസുകളെ ചെയ്യുവാൻ കർത്താവിൽ ഇടയാക്കണം. അപ്പം തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് ലീഗ നമുക്കത് ഊട്ടി ഉറപ്പിച്ച് തരുവാൻ ഇടയായി തീർന്നു. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. പിന്നെയും കർത്താവിൻ്റെ വചനം കേൾക്കാം. അല്പനേരം ഇന്ന് വചനം നമ്മൾ സംസാരിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വേഗത്തിൽ തന്നെ പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാം ചന്തോചിതവുമായിട്ട് ദൈവം നടത്തുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെയും നമുക്കിന്ന് അനുഗ്രഹമാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തുടർമാനമായിട്ട് നമുക്ക് പിന്നെയും ഇന്ന് മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്തുനിന്നൊരു വാക്യം ഇന്ന് കേൾക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടു, നമ്മുടെ ശരീരത്തിൽ നമ്മൾ അധ്വാനിക്കുകയല്ല ആത്മീയമായിട്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ശരീരാധ്വാനം വേണ്ടെന്നല്ല പൗലോസ് പറഞ്ഞത്, അല്പമത്രേ. പക്ഷേ നമ്മൾ ആത്മീയമായിട്ട് സ്പിരിച്വലി നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്താലും പ്രാർത്ഥനയാലും വചനത്താലും നമ്മൾ കൂടുതൽ ശക്തിപ്പെടണം എന്ന് വചനം പറയുന്നു. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ വചനത്തിൽ നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സകലത്തിലും സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്തുനിന്ന് ചില വാക്യങ്ങളെ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിചിതമായ വാക്യമാണ്. എൻ്റെ ഉള്ളിൽ വൈകുന്നേരങ്ങളിൽ, ഈ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഞാൻ വചനം ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ കർത്താവ് തന്ന ചില ചിന്തകളാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ, അന്ന് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകുക എന്ന് യേശുക്രിസ്തു അവരോട് പറഞ്ഞു. എന്നിട്ട് കർത്താവിൻ്റെ വചനം പറയുന്നു, അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റു ചെറുപടകും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചുഴലിക്കാറ്റുണ്ടായി പടകിൻ്റെ തീര തള്ളിക്കയറുന്നത് കൊണ്ട് അത് മുങ്ങുമാറായി. അവരമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവൻ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നുവെന്ന് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, നമ്മൾ പലപ്പോഴും മാനുഷികമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ ബുദ്ധി മൈൻഡിലേക്ക് നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ചിന്തയിലേക്കൊക്കെ നമുക്ക് യേശുവിലേക്ക് വരുന്ന സമയത്ത് പോലും നമുക്ക് ഭയം ഉണ്ടാവും, അല്ലേ? നമുക്ക് വലിയ ഭയം ഉണ്ടാവും. നമ്മൾ കർത്താവിനെ വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലാണെങ്കിൽ പോലും നമ്മളും എല്ലാവരും, ഇപ്പം നമ്മൾ ആരും ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കരുത്, അയ്യോ ബ്രദറെ, അല്ലെങ്കിൽ ഞാൻ അത് അവിശ്വാസം പറഞ്ഞു പോയി, എൻ്റെ വായിൽ നിന്ന് ചില അവിശ്വാസത്തിൻ്റെ വാക്കുകൾ വന്നുപോയി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഈ ഭയം വരുമെന്നും ഭാരം വരുമെന്നും നമുക്ക് ബുദ്ധിമുട്ട് വരുമെന്നുമൊക്കെ കർത്താവിന് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ ബലം പിടിക്കേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, കർത്താവിന് എൻ്റെ സ്വഭാവത്തെ നല്ലപോലെ അറിയാവുന്ന പറ.
ആമേൻ. അപ്പൊ കർത്താവിന് ഇത് അറിയാവുന്നത് കൊണ്ട് പലപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിന് ഇത് അറിയാം. അതുകൊണ്ട് ആ കർത്താവിന്, ഒന്നുകൂടെ ഞാൻ പറയാം, കർത്താവിന് ഇത് നല്ലപോലെ അറിയാം. പക്ഷെ ആ കർത്താവിനെ അറിയാമെന്ന് എനിക്കൊരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ പലപ്പോഴും ഭയപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തോണം, ഞാൻ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തുവിന് നന്നായിട്ടറിയാം. ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് നിങ്ങൾ ആദ്യം വിശ്വാസ ജീവിതത്തിൽ, ഞാനും പലപ്പോഴും ഞാൻ പറഞ്ഞു, ഞാനും ഒക്കെ നമ്മൾ പലപ്പോഴും ഭയപ്പെടാറുണ്ട്, അവിശ്വാസം വരാറുണ്ട്. നിങ്ങളോട് നോക്കിയേ, കർത്താവ് ഇവിടെ ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞു, നമ്മൾ പലവട്ടം ഈ വചനം പറഞ്ഞു, ഞങ്ങൾ അതിലേക്കല്ല ഇന്ന് പോകാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് അറിയുന്നില്ല, വിചാരമില്ലയോ എന്ന് പറഞ്ഞു. കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചിട്ട് പറയുകയാണ്, പിന്നെ യേശു അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോൾ വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവൻ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, യേശു ചോദിക്കും, നിങ്ങളിങ്ങനെ ഭീരുക്കളാകരുത്. എന്നിട്ട് പറയുകയാണ്, ഭീരുക്കളാകുവാന്നത് എന്ത്? നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? അപ്പം നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു വേട്ടയാടലാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് പലപ്പോഴും നിലനിൽക്കുവാൻ കഴിയാത്തൊരു അന്തരീക്ഷം. ഇത് കർത്താവ് ശിഷ്യന്മാരെ ശകാരിക്കുമെങ്കിലും കർത്താവിന് നല്ലപോലെ അറിയാം, നിങ്ങളും ഞാനും ഇതേപോലെ സിറ്റുവേഷനിൽ കടന്നുപോകും. അപ്പം കർത്താവിൻ്റെ ചോദ്യം ഇതാണ്, ഭീരുക്കളാകരുത്. അപ്പോൾ എന്തായിരിക്കും അവിടെ അർത്ഥം? നമുക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഭയവും, യേശുവിലേക്ക് വരുമ്പോൾ നമുക്ക് ടെൻഷനും അവിശ്വാസവും ഒക്കെ വരുമ്പോൾ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, ഇവിടെ കർത്താവിൻ്റെ വാക്ക് നിങ്ങൾ നോക്കിയാൽ, നിങ്ങളിപ്പോഴും വിശ്വാസമില്ലയോ? അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിലേക്ക് വരുന്ന സമയത്ത് പല സാഹചര്യങ്ങളുണ്ടാകും. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ വിശ്വസിക്കുന്ന കാര്യങ്ങളെ പോലും ഇതുപോലെ കാട്ടിടിക്കുന്ന രീതിയിൽ പല ചിന്തകളും പല ഭാരങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ സംശയത്തിൻ്റെ വാക്കുകൾ ചോദിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവം നമ്മോട് പറയുകയാണ്, നീ ഭീരുവാകരുത്, നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെ പ്രശ്നം വന്നാലും, ഞാൻ ഇനി ഭയപ്പെട്ടാലും ഭാരപ്പെട്ടാലും സങ്കടപ്പെട്ടാലും ദൈവസന്നിധിയിൽ ഇനിയിപ്പം അവിശ്വാസത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ എൻ്റെ മുഴുവൻ കാര്യങ്ങളെയും കർത്താവ് ഏറ്റവും ഭംഗിയായി ചെയ്തിരിക്കും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ കർത്താവ്, ഞാൻ ഭയപ്പെട്ടാലും ഭാരപ്പെട്ടാലും ഞാൻ കർത്താവ് എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുമെന്ന് പറ. ആമേൻ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് തിമത്തിയോസിൻ്റെ ലേഖനം എടുക്കാൻ വേണ്ടിയായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇന്ന് വായിക്കുന്ന സമയത്ത്, മർക്കൂസ് ലീഹായുടെ സുവിശേഷം വായിക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് ഈ ഒരു വാക്ക്, ഈ ഒരു വചനം എൻ്റെ ഉള്ളത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഇവിടെ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവിൻ്റെ വചനം ഞാൻ കേൾക്കുന്ന സമയത്ത് നിങ്ങളും ഞാനും സമ്മതിക്കണം, കർത്താവ്, എൻ്റെ ഉള്ളിൽ ഭയം വരുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ ഭീരുവായി ഞാൻ പോകുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഭയപ്പോടെ വിറയലോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ തന്നെ പലപ്പോഴും വിശ്വാസം പറയുമ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ പലപ്പോഴും കാറ്റടിക്കുമ്പം നമ്മളും പലപ്പോഴും പതറിപ്പോകാറുണ്ട്. പക്ഷെ പതറിപ്പോകുമ്പോഴും യേശുവിൻ്റെ ചോദ്യം മറക്കരുത്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ? നോക്കിക്കേ, എനിക്ക് ഈ വാക്കാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാ? കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ? ഇപ്പം നമ്മൾ ചിലരോട് ചോദിക്കത്തില്ലേ, ഒരു കാര്യം നിങ്ങളിപ്പോൾ പറയുകയാണ്, നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഒരു കാര്യം നിങ്ങളിപ്പം, ഒരു ഉദാഹരണം എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്നത്, പെട്ടെന്ന് ഒരു ഉദാഹരണമൊന്നും വരുന്നുമില്ലല്ലോ. അതായത് നിങ്ങളിപ്പം ഓക്കെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇപ്പം ഞാനിപ്പോൾ മറ്റു രാജ്യത്താണ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, നാളെ ഞാൻ എറണാകുളത്ത്, അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ എറണാകുളത്ത് വരും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരാൾ ചിന്തിക്കുകയാണ്, ശരിക്കും ബ്രദർ വരുമോ? ഒരു ചോദ്യം ചോദിക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അപ്പം ആ വ്യക്തിക്ക് സംശയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വരും. ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ വരുമെന്നുള്ളത് കൺഫേം ആണ്, അല്ലേ? ഞാൻ വരുമെന്നുള്ളത് ഈ 17-ാം തീയതി അവിടെ പ്രാർത്ഥന നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് വേറൊരാൾ ചോദിക്കുവാണ്, യോ ബ്രദർ ശരിക്കും വരുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ആ ചോദ്യം സംശയത്തോടെയാണ് ചോദിച്ചതെങ്കിലും ആ ചോദിച്ചയാൾക്കിനി സംശയം വന്നാലും, ആ ആൾക്കിനി അയ്യോ സംശയം ഇനി ബ്രദർ വരാതിരിക്കുമോ എന്ന് ചിന്ത വന്നാലും, ആ വിഷയവും ഞാനുമായിട്ട് ബന്ധമില്ല, എൻ്റെ കാര്യം കൺഫേമാണ്, എൻ്റെ വരവ് കൺഫേമാണ്. ഇതേപോലെ യേശു ക്രിസ്തുവിൽ അവർ പറയുകയാണ്, കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകുന്ന നീ കാണുന്നില്ലയോ എന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ മറുപടി, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായോ? ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്.
നിങ്ങൾക്കിവിടെ വിശ്വാസമില്ലയോ? ഇടയ്ക്ക് ഒരു ഇത് വന്നോട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വിശ്വാസമില്ലയോ എന്നൊരു ചോദ്യം. നമ്മൾ പലപ്പോഴും പതറി വിശ്വാസം പറഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ മനസ്സ്, നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥതപ്പെടുന്നുണ്ടെങ്കിൽ പേടിക്കില്ല കേട്ടോ. നിങ്ങൾ അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ പേടിക്കരുത്. നിങ്ങൾ ഈ വചനം മറക്കരുത്. എൻ്റെ ഉള്ളിൽ സംശയം വന്നാലും, എൻ്റെ ഉള്ളിൽ ഭാരം, ഞാൻ പറയുന്നത് ഈ സംശയത്തിൻ്റെ വാക്ക് പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകും. എനിക്ക് പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട എന്ന് ഇട്ടേച്ചു പോകുന്ന ആളെ പറ്റിയല്ല ഞാനീ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറയുമ്പോഴും നമ്മുടെ അകത്ത് ഭാരവും ടെൻഷനും വരുമ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചോണം, കൺഫേമാണ് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും. ഞാൻ ഈ പറഞ്ഞു വരുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കൺഫേം ആണ്. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, ഈ ഉറപ്പ് വന്നിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ ചിന്ത മൊത്തവും ഞാൻ രക്ഷപ്പെടത്തില്ലെന്നാ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും, കർത്താവെ എനിക്കറിയാം, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുക, സങ്കടം വന്നുകൊണ്ടിരിക്കുക, ടെൻഷൻ വന്നുകൊണ്ടിരിക്കുക. ഇത് വന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ചിന്തയിൽ കർത്താവ് എന്നെ കൈവിടുമോ എന്നൊരു ചിന്ത വന്നാലും ഞാൻ പറഞ്ഞത് പിന്മാറിപ്പോകുന്ന ആൾക്കാരെ പറ്റിയല്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാനിപ്പോൾ വിശ്വാസമൊക്കെ പറഞ്ഞു, പക്ഷെ കുറേ ഞാൻ ഇട്ടേച്ചു പോകും, എനിക്ക് യേശുവും വേണ്ട, ഒന്നും വേണ്ട, കർത്താവും വേണ്ട, ഒന്നും വേണ്ട, ഇട്ടേച്ചു പോകുന്നവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. വചനം പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. വിശ്വസിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നുമില്ല, ഒരു വ്യത്യാസവും കാണുന്നില്ലല്ലോ ബ്രദറെ, ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ ഹൃദയത്തിൻ്റെ അകത്ത് ഇതൊക്കെ വരുമ്പോഴും കർത്താവ് പറയുകയാണ്, നിനക്ക് ഇപ്പോഴും വിശ്വാസമില്ല. അതിൻ്റെ അർത്ഥം എൻ്റെ ഭാഗം ഓക്കെയാണ്, ഞാനത് ചെയ്തു തന്നിരിക്കും. നീ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനമുണ്ടല്ലോ, നിങ്ങളുടെ അകത്ത് ഞാൻ നീന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷമിക്കണം, നിങ്ങളുടെ അകത്ത് ഇനി ഭാരങ്ങളോ പ്രയാസങ്ങളോ എന്തു വന്നാലും നിങ്ങൾ ആ വചനം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. ഭാരവും പ്രയാസവും നിലനിൽക്കുമ്പോൾ തന്നെ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല. എൻ്റെ അർത്ഥം എൻ്റെ ഭാഗം ഓക്കെ പത്രോസേ, നിന്നെ കടലിൽ മുക്കിക്കൊല്ലുവാനല്ല ഞാൻ വിളിച്ചിരിക്കുന്നത്, അനേക ആൾക്കാരോട് സുവിശേഷം പറയാനാണ്. പക്ഷെ പത്രോസ് വിശ്വസിക്കുന്നുണ്ട്, കർത്താവ് അങ്ങനെ കൂടെ ഉണ്ട്, ശരിയാണ്, കർത്താവ് എന്നെ നടത്തുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കടല് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു മുങ്ങിത്തീരുമെന്ന്. കർത്താവ് പറയുകയാണ്, നിനക്ക് ഇപ്പോഴും വിശ്വാസമില്ല, നീ പേടിക്കണ്ട. കടൽ ഇളമ്പിയാലും കാറ്റടിച്ചാലും ഇനി എന്തു വന്നാലും ഒരു കാര്യം ഉറപ്പാ പത്രോസേ, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് നീ അനേകരെ പിടിക്കുന്നവരായിട്ടാണ്. എൻ്റെ അർത്ഥം യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഒക്കെ പോകാനുള്ള ആളാ നീ. അതുകൊണ്ട് ആ കാര്യത്തിൽ കൺഫേം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തോണം? കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ ഭീരുക്കളാകരുത്. അപ്പം നമുക്ക് ഭീരുത്വം വരും. പലപ്പോഴും നിങ്ങൾക്കറിയാം, കർത്താവ് ഏറ്റവും കൂടുതൽ ശകാരിച്ചിട്ടുള്ളത് പിശാചിനേക്കാൾ എനിക്ക് തോന്നുന്നു ഉപരി ബൈബിളിൽ ശിഷ്യന്മാരെയാണ്. പിശാചിനെ ഒരു വട്ടമേ യേശു ശാസിച്ചിട്ടുള്ളൂ അല്ലേ, സുവിശേഷത്തിൽ പരീക്ഷിക്കാൻ വന്ന സമയത്ത്. ബാക്കി എല്ലാ സമയത്തും ഏറ്റവും കൂടുതൽ യേശു ക്രിസ്തു, പ്രത്യേകിച്ച് പത്രോസ്ലീഗാട് പറയുന്നുണ്ട്, സാത്താൻ്റെ സന്തതി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ശിഷ്യന്മാരെ ശകാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെന്തോ വലിയ ആൾക്കാരാണെന്നല്ല. നമ്മൾ ആലോചിച്ച് നോക്കി, ശിഷ്യന്മാർക്ക് ശകാരം കിട്ടിയെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയണോ? ശിഷ്യന്മാർക്ക് ശകാരം ലഭിച്ചുവെങ്കിൽ നമ്മുടെ കാര്യം പറയണ്ട. അപ്പോൾ എന്തിനാ ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്കും ഇങ്ങനൊരു അനുഭവം വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവത്തിൻ്റെ ഭാഗം ക്ലിയറാണ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണേ. നമ്മളിപ്പോൾ ഉദാഹരണം പറയാം, നിങ്ങൾ അവിടെ ഇതെല്ലാം ബുക്ക് ചെയ്ത് പ്രാർത്ഥനയ്ക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. 18-ാം തീയതി നമ്മുടെ പ്രാർത്ഥന എറണാകുളത്ത് ഫിക്സ് ചെയ്തു. ഇനി ഒരു സംശയം ചോദിക്കുക, ബ്രദറെ നമുക്ക് ഹോള് കിട്ടുമോ? ഒരു സംശയം, നമുക്ക് കോട്ടയത്തുള്ള ഹോള് റെഡി ആകുമോ? ഓൾറെഡി നമ്മളത് ഹോള് ബുക്ക് ചെയ്ത് റെസിപ്റ്റ് മേടിച്ച് കസേരയൊക്കെ വിരിച്ചിട്ടിരിക്കുക. പക്ഷേ മനസ്സ് പറയുന്നു കിട്ടുമോ? പക്ഷെ മനസ്സ് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഇത് കൺഫേമായി കിടക്കുക. ഓൾറെഡി ബുക്ക് ചെയ്തു, ഓൾറെഡി റെസിപ്റ്റ് കിട്ടി, ഓൾറെഡി നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടാണ് എന്ത് ചെയ്തേക്കും നിങ്ങളുടെ അകത്ത് ഈ സംശയം വരുന്നത്. ബ്രദർ എനിക്കറിയാം പ്രാർത്ഥന നടക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ഹോള് കിട്ടുമോ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? റെസിപ്റ്റ് ഇരിക്കുന്ന ആൾക്ക് ഉറപ്പാ, കൺഫേമാണ്, റെസിപ്റ്റ് കയ്യിലുണ്ട്. ഇതാണ് യേശു. പത്രോസേ, നിന്റെ ഭാവി എനിക്കറിയാം, നീ കടലിൽ മരിക്കത്തില്ല, എനിക്കറിയാം. ഈ കടൽ ഇങ്ങനെ പൊങ്ങി നോക്കർക്ക് നമ്മൾക്കാണെങ്കിൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബോട്ട് യാത്രയിലൊക്കെ, എനിക്ക് പ്രത്യേകിച്ച് നീന്തൽ അറിയാത്തതുകൊണ്ട് ഈ ബോട്ട് യാത്രയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഞാനൊരു ഭയപ്പെടാറുണ്ട്. നമുക്ക് ഈ നീന്തൽ അറിയാത്തവർക്ക് പൊതുവെ അറിയാം, വെള്ളത്തിൽ കൂടെ പോകുമ്പം നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഭയമൊക്കെ വരും അല്ലേ, നീന്തൽ അറിയാത്തത് കൊണ്ട് മുങ്ങിപ്പോകുന്നൊക്കെ ചിന്ത വരും. ഇവർ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്നവരാ, മീൻപിടുത്തക്കാരാ, കടലിനെ അറിയാവുന്നവരാ, തിരമാലയുടെ സ്വഭാവം അറിയാവുന്നവരാ. പക്ഷേ അവർ കണ്ടതിലും നോർമലല്ലാത്ത രീതിയിൽ വന്നു. ഇപ്പം നമുക്കറിയാം, കടലിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് കാറ്റും കോളും വിഷയമല്ല, പക്ഷെ കൊടുങ്കാറ്റ് വന്നാൽ അവരുടെ കൈ നിൽക്കത്തില്ല. നമ്മൾ കണ്ടതല്ലേ, ഇന്നാൾ TV-യിലൊക്കെ വാർത്ത കണ്ടതല്ലേ,
ഒരാൾ കടലിൽ ഇങ്ങനെ ആ കടലിൻ്റെ അടുത്ത് ഇങ്ങനെ ചുഴലിക്കാറ്റ് വന്ന സമയത്ത് അദ്ദേഹം കടന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തതും പിന്നെ രക്ഷപ്പെട്ടതൊക്കെ നമ്മൾ വാർത്ത കണ്ടതല്ലേ ടി വിയിൽ. ആമേൻ. അപ്പം ശിഷ്യന്മാർക്ക് കടലും അറിയാം, കാറ്റും അറിയാം, എല്ലാം അറിയാമെങ്കിലും അവർ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം ഒരു കൊടുങ്കാറ്റായിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ പറഞ്ഞ കർത്താവെ തീർന്നു പരിപാടി. അപ്പം നമുക്ക് തീർന്ന് തോന്നുന്ന ഏതെങ്കിലുമൊക്കെ സാഹചര്യം വരുമ്പോൾ തീർന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ അവസാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് അവസാനിച്ചിട്ടില്ല. നമ്മുടെ മനസ്സാണ് പറയുന്നത്. ദൈവത്തിൽ നിന്ന് കൺഫർമേഷൻ വന്നിട്ടില്ല. എൻ്റെ കൂടെ ഒന്നുകൂടെ പറയണേ, ദൈവത്തിന് എന്ത് ചെയ്തിട്ടില്ല? എന്നെ കൈവിട്ടിട്ടില്ലെന്ന് പറ. ദൈവം എന്നെ കൈവിട്ടിട്ടില്ലെന്ന് പറ. മനസ്സ് കൈവിട്ടെന്ന് പറ. ആമേൻ, ആമേൻ. ശ്രദ്ധിച്ച്, ദൈവം എന്നെ കൈവിട്ടിട്ടില്ല, പക്ഷെ എൻ്റെ മനസ്സ് എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? കൈവിട്ടിരിക്കുന്നു. അത് മറന്നുപോലെ, എൻ്റെ ദൈവം കൈവിട്ടിട്ടില്ല, പക്ഷെ എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. ഈ മനസ്സ് കൈവിട്ട് പോയതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിശ്വസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ടെൻഷനും ഭാരവും ഭയവും ഒക്കെ വരുന്നതിൻ്റെ കാര്യം മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സ് കയ്യിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തോണം, ഇങ്ങനെ പറയണം, ഇല്ല, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് സംഭവം പോയിട്ടില്ല. ആമേൻ. അപ്പോൾ ഇത് നിങ്ങളുടെ അകത്തോട്ട് ഇങ്ങനെ കയറണം. ഞാൻ ഇന്ന് ഈ വചനം എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചതല്ല, പക്ഷേ ഒന്ന് പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് മർക്കൂസ് വായിച്ചിട്ട്, അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, കർത്താവ് 10,000 വട്ടം ഈ നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു, നിങ്ങൾ കാണുന്നില്ലോ എന്നുള്ള വചനം പറഞ്ഞിനി ആൾക്കാർ പിന്നെയും കേൾക്കും. പക്ഷെ അതല്ല എന്നോട് പറഞ്ഞത്, ഈ വാക്ക് പറയണം, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? അതിൻ്റെ അർത്ഥം കർത്താവ് ചോദിച്ചു കേട്ടോ, നിങ്ങളെ കൊണ്ട് തോറ്റെന്നല്ല പറഞ്ഞിരിക്കുന്നത്, യഥാർത്ഥത്തിൽ നിങ്ങൾക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല ഞാൻ ആരാന്ന്. പത്രോസേ, നീ യെരുശലേമിൽ നിന്നുകൊണ്ട് 3000 പേരോട് പ്രസംഗിക്കുന്നത് ഞാൻ നേരത്തെ കണ്ടോ? പത്രോസേ, നീ തബീത എന്ന് പറയുന്ന യോപ്പയിലുള്ള ഒരു മരിച്ച സഹോദരിയെ ഉയർപ്പിക്കുന്നത് ഞാൻ നേരത്തെ കണ്ടോ? പത്രോസേ, നീ അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടോ? ഇത് കണ്ടോണ്ടാണ് യേശു കിടക്കുന്നത് കടലിൽ. പക്ഷെ പത്രോസിലേക്ക് കാണുന്നത് മൊത്തം എന്നാണെന്നറിയാമോ? ഈ കടലിൽ മുങ്ങി, ഈ കൊടുങ്കാറ്റടിച്ച് പടകും തകർന്നു, വെള്ളം കുടിച്ച് മരിച്ച് നമ്മൾ പൗലോസ്ലീഹാനെ പറ്റി അപ്പോസ്തലപ്രവൃത്തിയിൽ വാക്യമുണ്ടല്ലോ, അണല് കടിച്ചുമ്പോഴേക്ക് ഇപ്പം ചത്ത് വീർത്ത് മരിക്കും എന്ന് അവർ പറഞ്ഞെന്നാണ് പറഞ്ഞത് അല്ലേ? ഇപ്പം തന്നെ എന്ത് ചെയ്യും? ഇപ്പം അണലി കടിച്ചാൽ ഉറപ്പാണ്. അപ്പോസ്തലപ്രവൃത്തി പറയുന്നുണ്ട്, അവൻ ആ വാക്യം എടുക്കാൻ പറ്റുമോ? ഇപ്പം തന്നെ എന്ത് ചെയ്യും? അവർ ചത്ത് വീർക്കും. പൗലോസ് അത് നോക്കിയിരിക്കുക. അവർ ശ്രദ്ധിച്ചു നോക്കിയേ, അവർ നോക്കിയിരിക്കുക. പൗലോസ് ഇപ്പം ചത്തു വീർക്കാൻ വേണ്ടി പോവാ. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പൗലോസ് അത് കുടഞ്ഞു കളഞ്ഞു. അതിൻ്റെ കാര്യം പൗലോസോട് പറഞ്ഞു, നീ കൈസറിന് മുമ്പിൽ നിൽക്കേണ്ടവനാ, പാമ്പോടി കൊണ്ട് ഇവിടെ കിടക്കേണ്ടവനല്ല, കൈസറിന് മുമ്പിൽ നിൽക്കേണ്ടവനാ. അതിനർത്ഥം യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാം. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമല്ല, ഞാനിപ്പോൾ ആ വാക്യം ഒന്ന് എടുത്ത് കാണിക്കാവേ. അപ്പോസ്തലപ്രവൃത്തി 28:5. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലാണോ? ഓക്കെ, നിങ്ങൾ നോക്കിയേ. പൗലോസ് കുറേ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് പൗലോസിൻ്റെ കൈക്ക് പറ്റി. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, എൻ്റെ അടുത്തൊരു അണലി അറിയാം, നമുക്ക് അണലി കടിച്ചാൽ തീർന്നു. ഇതൊരു കുലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിലിട്ട് കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും വറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തിരുന്നു. നോക്കിക്കേ, അപ്പം അവർ കാത്തിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് ഇപ്പം വീർത്ത് നീരി വെച്ച് പെട്ടൊഴുക്കങ്ങ് വീഴും, ഇപ്പം ചത്തു വീഴും. അവരുടെ മനസ്സ് പറയുക, പൗലോസ് ഇപ്പം ചത്തു വീഴും. അവരുടെ മനസ്സ് പറയുന്നു, പൗലോസ് ഇപ്പം വീർത്ത് ചീഞ്ഞ് അല്ലെങ്കിൽ ചത്തു വീഴും. മനസ്സ് പറഞ്ഞു, അവർ കാത്തിരിക്കുന്നു. പക്ഷേ ബൈബിൾ പറയുന്നു, വളരെ നേരം കാത്തിരുന്നിട്ടും അവനൊരാപത്തും സംഭവിച്ചില്ല എന്ന് കണ്ടു മനസ്സു മാറി. നോക്കിയേ, മനസ്സു മാറി. കണ്ടോ? നിങ്ങൾ വാക്യം നോക്കിയ, മനസ്സിൻ്റെ അകത്ത് അവർ ചിന്തിച്ചു പൗലോസ് ഇപ്പം ചത്തു വീർക്കും. മനസ്സിൽ ചിന്തിച്ചു. ഇത് തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ വചനം പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് നമ്മുടെ കയ്യിലല്ലെന്ന് ആദ്യം മനസ്സിലാക്കണേ. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളല്ല മനസ്സ്. നമുക്ക് റിമോട്ട് എടുത്ത് ടി വിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും.
പക്ഷെ മനസ്സ് നമ്മുടെ കയ്യിലല്ല. ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, ഇത് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ മനസ്സ് മാറിയാലും മാറിയില്ലെങ്കിലും ദൈവം മാറത്തില്ല. ഇതാണ് യേശു ചോദിച്ചത്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ? അപ്പം മനസ്സ് ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൻ്റെ അകത്ത് ഇതേപോലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്നോട് പറയുകയാണ്, ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിന് എൻ്റെ 2028 അറിയാം, കർത്താവിന് എൻ്റെ 2030 അറിയാം. കാര്യം പത്രോസേ, ഈ കടലിലെ കൊടുങ്കാറ്റടിച്ച് നീ ചത്ത്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, പത്രോസ്ലിയ കണ്ടത് ഇതൊക്കെ ആയിരിക്കും. എൻ്റെ പൊന്നെ, ഒരു നിമിഷം പത്രോസ്ലിയ കാണുമായിരിക്കും വെള്ളം കുടിച്ച് ഇങ്ങനെ വയറ് വീർത്ത് കടലിലേക്ക്, നമുക്കറിയാം കടലിലൊക്കെ നമുക്കറിയാം 3-ാം പൊക്കം ഇങ്ങനെ ഡെഡ് ബോഡി വരുമെന്നല്ലേ ഇവരുടെ ഒരു രീതി. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല ശരിയോ തെറ്റോ. ഒരാൾ കടലിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ 3-ാം പൊക്കം കരയ്ക്ക് അടിയുമെന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കറിയില്ല ശരിയോ തെറ്റോ, കേട്ടറിവുള്ളൂ കേട്ടോ. എങ്കിലും പത്രോസ്ലിഹ ചിന്തിക്കുമായിരിക്കും ഒരു നിമിഷം കൊണ്ട്, കാര്യം എന്തുവാ, എൻ്റെ ജീവനില്ലാത്ത ശരീരം ഇതുപോലെ ചത്ത് വീർത്ത് നീര് വെച്ച് മീനെല്ലാം കൊത്തി ഒരു നിമിഷം മനസ്സിങ്ങനെ വല്ലാതെ പത്രോസിനെ അകറ്റിയപ്പോൾ വിളിച്ചു പറഞ്ഞു, നാഥാ ഞങ്ങൾ നശിക്കുന്നത് കാണുന്നില്ലേ? യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടിയില്ലേ സംഭവം എന്നാന്ന്? പത്രോസെ, നീ വെള്ളത്തിൽ പൊങ്ങി ചാകാനല്ല നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്, നീ അനേകരെ നേടാൻ വേണ്ടിയുള്ളവനാ, നീ അനേകയിടങ്ങളിൽ സുവിശേഷവുമായിട്ട് പോകാനുള്ളവനാ. പക്ഷെ മനസ്സിലിപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? മനസ്സിപ്പോഴും നമുക്കപ്പം വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു സംഭവം വരാം. പക്ഷെ അത് ഒരിക്കലും, ഞാൻ വീണ്ടും പറയല്ലോ, നിങ്ങൾ യേശുവിനെ കളഞ്ഞിട്ട് പോകാത്തിടത്തോളം കാലം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കർത്താവ് അത് ചെയ്തിരിക്കും. മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും ചത്തു വീർക്കും, മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും പെട്ട്, മനസ്സ് പറയും നീ രക്ഷപ്പെടത്തില്ല, മനസ്സ് പറയും ഇത് കുടുക്കാണ്, മനസ്സ് പറയും ഇത് നിങ്ങളോട് തീരും, മനസ്സ് പറയും ഇതുകൊണ്ട് തീരും, മനസ്സ് പറയും ഇതെന്തൊക്കെ മനസ്സ് പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവം പറയുന്നു നിനക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ? എടാ, ഞാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. പത്രോസേ, നീ എന്നെ തിരഞ്ഞെടുത്തതല്ല, യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പം കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതാണ് കേട്ടോ, ദൈവം നമ്മളെ കണ്ടതാണ് കേട്ടോ, ദൈവം നമ്മളെ കണ്ടിരിക്കുന്നുള്ളത് കൊണ്ട് കർത്താവിലുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം, വിശ്വാസത്തിൻ്റെ വചനമൊക്കെ പറയുമ്പം നമ്മുടെ അകത്ത് ടെൻഷനൊക്കെ വരുമെന്ന് പറഞ്ഞോണം. ഇപ്പം മനസ്സിലായി, മനസ്സങ്ങോട്ട് എന്ത് ചെയ്യുക? അങ്ങ് കളിക്കാൻ തുടങ്ങുക. മനസ്സേ, ഒരു കാര്യം നീ കേട്ടോ, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെയ്യുമെന്ന്. പിന്നെ മനസ്സ് പറയും ഇതുപോലെ, കണ്ടോ, അവർ ചക്കുകയോ അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് പറഞ്ഞവർ കാത്തിരുന്നു. എങ്ങനെ? മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പൗലോസിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം പൗലോസ് പുറകോട്ട് വീഴും, നീര് വെക്കും, ഞങ്ങൾ കൊണ്ട് ശവം അടക്കും. മനസ്സു മാറി. അപ്പം അവരുടെ മനസ്സിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു? പൗലോസ് ചത്ത് വീർക്കുമെന്നുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് പത്രോസ്ലീഹായുടെയും ശിഷ്യന്മാരുടെയും മനസ്സിൻ്റെ അകത്തൊരു ചിന്തയുണ്ടായിരുന്നു, ഞങ്ങൾ വെള്ളം കുടിച്ച് ചത്ത് വീർത്തു വരും. യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ? എന്നോട് തന്നെ ഞാൻ പറയുവാണ്, നിങ്ങളോട് ഞാൻ പറയുവാണ്, നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവേ, എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഇപ്പോഴും വിശ്വാസമില്ലേ എന്ന് ചോദിച്ച്. ആമേൻ. അപ്പോൾ ഇപ്പോഴും വിശ്വാസമില്ലേ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. അപ്പോൾ കർത്താവിന് മനസ്സിലാവും ഇപ്പം നമുക്ക് വിശ്വാസമുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. മനസ്സിലാക്കിയോണം, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്കത് അറിഞ്ഞില്ല. പണ്ട് യാക്കോബ് പറഞ്ഞു കേട്ടില്ല, പഴയ നിയമം വായിക്കുന്ന സമയത്ത് ആ യാക്കോബ് ഓടി തളർന്ന് തലയണ കല്ലെടുത്ത് വെച്ച് തലയണ വെച്ച് കിടന്നുറങ്ങിയപ്പോൾ പെട്ടെന്നൊരു സ്വപ്നം കണ്ടു, ഒരു വലിയൊരു കോവിണി കണ്ടു. ആ കോവിണിയിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങുന്നതും കയറുന്നതും കണ്ടു. യഹോവയായ ദൈവം അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് കണ്ടു. ഉടനെ ചാടി എണീറ്റ് യാക്കോബ് പറഞ്ഞൊരു വാക്കുകൊണ്ട്, യഹോവ ഇവിടെയുണ്ട്, ഞാനോ അറിഞ്ഞില്ല. കേട്ടോ, അതായത് ഞാൻ കല്ല് തലയിൽ വെച്ച് കടന്നുറങ്ങുമ്പോൾ എൻ്റെ കൂടെ യഹോവയുണ്ടായിരുന്നു. ഞാൻ ഓർത്തു ഞാൻ ഒറ്റയ്ക്കായിരിക്കുമെന്നല്ല, യഹോവ എൻ്റെ കൂടെയുണ്ട്, ഞാനോ അതറിഞ്ഞില്ല. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഒറ്റയ്ക്കല്ല, യേശു കൂടെയുണ്ട്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന നിമിഷം തന്നെ കർത്താവ് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്നേ. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാ, യേശു ഉണ്ട്. പക്ഷെ മനസ്സിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക യേശു സ്വർഗത്തിലിരിക്കുക. യേശു സ്വർഗത്തിലുമുണ്ട്, ഭൂമിയിലുമുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലായ്പ്പോഴും കർത്താവ് പറഞ്ഞു, ഞാൻ എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് ഇവിടെയുണ്ട്, സ്വർഗത്തിലുണ്ട്, എവിടെയും കർത്താവുണ്ട്.
ആമേൻ. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ഏത് ഭാരം വന്നാലും ഭയം വന്നാലും പറഞ്ഞോണം, ഞാൻ ചത്തു വീർക്കത്തില്ല, പകരം ഞാൻ കർത്താവിൻ്റെ അത്ഭുത സാക്ഷിയായിട്ട് മാറും, ഞാൻ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് മാറും. അപ്പോൾ ഞാനിത് പറഞ്ഞല്ലോ, പലപ്പോഴും ഈ മനസ്സിനെ ട്രീറ്റ് ചെയ്യുവാൻ ഉള്ള മാർഗങ്ങളാണ് ഒന്നാമത് നമുക്ക് കൂട്ടായ്മകൾ. നല്ലൊരു കൂട്ടായ്മ നമുക്ക് ഏറ്റവും നല്ലൊരു ആവശ്യം. ഇപ്പം നിങ്ങൾക്ക് അന്യഭാഷ അത് വലിയൊരു അനുഗ്രഹം. എനിക്കും വ്യക്തിപരമായിട്ട് നമ്മളിപ്പം ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് അരമണിക്കൂർ നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. കാര്യം എനിക്ക് ഈ പ്രത്യേകിച്ച് നമുക്ക് ആത്മമണ്ഡലങ്ങളൊക്കെ അസാധാരണമായി തുറക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു തലമാണ് അന്യഭാഷാ പ്രാർത്ഥന. സ്പിരിച്വൽ വേൾഡ് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കിതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത തലങ്ങളിലേക്ക് നമ്മളെ എക്യുപ്പ് ചെയ്തെടുക്കുന്ന ഒരു ശക്തമേറിയ പ്രാർത്ഥനയാണ് അന്യഭാഷാ പ്രാർത്ഥന. ശക്തമേറിയൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം പലപ്പോഴും നിങ്ങൾക്കറിയാത്ത രീതിയിൽ വഴിത്തിരിവുകളെ ഉണ്ടാവും. നമ്മൾ പോലും അറിയാത്ത രീതിയിൽ വലിയ വഴിത്തിരിവുകളെ കൊണ്ടുവരുവാൻ ശക്തിയുണ്ട് അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക്. ഇത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അന്യഭാഷയിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ മനസ്സ് കുറച്ചും കൂടെ നിയന്ത്രിക്കപ്പെടും. മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസം തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം കേട്ടപ്പോഴേക്കും പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവ് നിങ്ങളെ നിങ്ങളുടെ പ്രാണനെ കാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും ക്രിസ്തുയേശുവിൽ കാക്കുമാർ. അപ്പം 3 പോർഷൻ നമുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്. ഈ മനസ്സിൻ്റെ അകത്തുനിന്ന് വരുന്നതാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ പാപമായിട്ട് മാറുന്നത്. ഉദാഹരണം യാക്കോബ് പറയുന്നു, മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. ഒരു മോഹം മനസ്സിൽ നിന്ന് വരുന്നതാ. മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. അപ്പോൾ ഇത് മോഹവും ഇങ്ങനെയുള്ള ഇമോഷനുകളൊക്കെ വരുന്നത് മനസ്സിലാണ്. നമ്മൾ ചിലപ്പം നമ്മുടെ ആത്മാവാണെന്ന് ചിന്തിക്കില്ല. ആത്മാവ് വേറെ, മനസ്സ് വേറെ. ഈ മനസ്സാണ് പലപ്പോഴും നമ്മുടെ അകത്ത് അവിശ്വാസത്തെ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ആത്മാവിൽ വിശ്വസിക്കുന്ന വചനങ്ങളെ നിങ്ങളുടെ മനസ്സിലൂടെ കയറി വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ഭയം ഉണ്ടാകുന്നത്. അപ്പം ഈ ദിവസങ്ങളിൽ നമുക്കതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രാർത്ഥനയിൽ മടുപ്പുകൾ വരുന്നത്. ഈ മനസ്സിൻ്റെ കുഴപ്പമാണ്. വിശ്വാസം പറയുമ്പോൾ നമുക്ക് നിരാശകൾ വികസിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മളൊരു വചനമൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊരു പ്രാർത്ഥന കൂട്ടായ്മയിലോ വിശ്വാസമൊക്കെ പറയുമ്പോഴൊക്കെ ഒരു സമയത്ത് നമ്മുടെ അകത്ത് അതുവരെ ഇല്ലാത്ത നിരാശകളും സങ്കടങ്ങളും അതുവരെ ഇല്ലാത്ത പാപചിന്തകളും വളരെ നിഷ്ഠൂരമായിട്ടുള്ള ഭയങ്കര മൃഗീയമായിട്ടുള്ള പാപചിന്ത സ്വഭാവങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്നത് ഈ മനസ്സിനെ ഇളക്കം തട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ മൈൻഡ് ചെയ്യരുത്, തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, എപ്പോഴും ദൈവത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ മനസ്സ് പറയും നിങ്ങളെന്തോ കുറവ് കൊണ്ടാണെന്ന് പറയുമ്പോൾ അതിനെ മൈൻഡ് ചെയ്യല്ലേ, എൻ്റെ കുറവൊക്കെ കർത്താവ് നോക്കിക്കൊള്ളുമെന്ന് പറയണം. ഞാൻ എപ്പോഴും പറഞ്ഞാൽ എന്നും പറഞ്ഞ് നിങ്ങൾ മറ്റവരോട് യുദ്ധം ചെയ്യാൻ പോരുത്. മറ്റു മനുഷ്യരോട് നിങ്ങളോട് പറയുന്നത് പോലെ അവരോട് നമ്മൾ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു മനുഷ്യരോട് നമ്മൾ വഴക്കുണ്ടാക്കാനും പോരുത് കേട്ടോ. ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് വൈരാഗ്യം വെക്കരുത്. ആരോടെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. ഇനി ശകാരിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു ആത്മീയ മേഖലയിൽ നിൽക്കുക, ഒരാൾ സ്പിരിച്വലി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ശകാരിക്കാറുണ്ട്. ഞാൻ ആ വ്യക്തിയെ പലപ്പോഴും നിങ്ങൾക്കറിയാം, എനിക്ക് ആത്മീയ കാര്യത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല. വേറെ എന്തിലും ഞാൻ കോംപ്രമൈസ് ചെയ്യും. പക്ഷേ ആത്മീയ കാര്യത്തിൽ ഒരാളൊരു തെറ്റായ ഒരു കാര്യം ചെയ്താൽ അയ്യോ സഹോദരനല്ലേ, കുഴപ്പമില്ല, അദ്ദേഹം സാരമില്ലെന്ന് ഞാൻ പറയാറില്ല. ഞാൻ കണ്ടാൽ ശകാരിക്കും. നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ശകാരിക്കും. കാരണം വെച്ചാൽ അത് നിങ്ങൾക്ക് തിരുത്തണം. അങ്ങനെ ശകാരിച്ചില്ലെങ്കിൽ വീണ്ടും നിങ്ങളത് ആവർത്തിക്കും. പൗലോസ്ലീഹ പലപ്പോഴും കൊരിന്ത്യ സഭയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പലപ്പോഴും ശകാരിച്ചിട്ടുണ്ട് അവരെ. അതിൻ്റെ കാരണം അവർ നശിക്കാൻ വേണ്ടിയല്ല, നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആമേൻ. അപ്പം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഞാൻ ആ വാക്യത്തിലേക്കൊന്ന് മടങ്ങി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഞാനിന്ന് വേഗത്തിൽ തന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴും സമയം മുന്നോട്ട് പോകണമല്ലോ. നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? മറക്കല്ലേ, ഇപ്പോഴും നമുക്ക് വിശ്വാസം ഇല്ലയോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ റെഡിയാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട. എന്നിട്ട് അടുത്ത വാക്യം നോക്കി അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ യേശുവിനനുസരിക്കുന്നല്ലോ അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ ഇത്ര നേരം പറഞ്ഞ എന്തുവാ? ഞങ്ങൾ നശിക്കുന്നില്ലയോ എന്ന് പറഞ്ഞവർ ഇപ്പം പറയുകയാണ്, യേശു എന്ന ആളാ. കർത്താവ് പറഞ്ഞപ്പോൾ അതേ കാറ്റ് അമർന്നു, കാടലമർന്നു. പെട്ടെന്ന് സ്വഭാവം മാറിയതുകൊണ്ടോ? ഇത്രയേ ഉള്ളൂ. കർത്താവ് പ്രവർത്തിക്കുന്ന സമയം വരെയൊക്കെ ഉള്ളൂ ഈ മനസ്സ് കിടന്ന് ചാട്ടമൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സൊക്കെ റെഡിയായിക്കോളും. പക്ഷേ മനസ്സ് ഇപ്പോൾ റെഡിയാകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം,
നിങ്ങൾ കർത്താവിൻ്റെ വചനങ്ങളെ ഉരുവിട്ട് കർത്താവിലും സന്തോഷത്തോടെ ഇരിക്കുക. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ബലപ്പെട്ട് വരിക. കൂട്ടായ്മ, ഞാൻ പറഞ്ഞില്ല, കൂട്ടായ്മ വലിയൊരു ഘടകം തന്നെയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സൂമിൽ പങ്കുചേരുന്നതൊരു അനുഗ്രഹവും ബലവുമാണ്. ആമേൻ, ആമേൻ. അത് കൂട്ടായ്മയുടെ ശക്തിയാണ്. അത് കൂട്ടായ്മയുടെ ശക്തിയാണ്. നമ്മുടെ ആരുടെയും എടുക്കല്ല, അത് കൂട്ടായ്മ ദൈവം തരുന്നൊരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കൂട്ടായ്മകളെ സഭായോഗങ്ങളെ ഒന്ന് ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. നമ്മൾ ചിന്തിക്കും, നമുക്ക് ഇന്ന് എന്തോ അല്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് ബലം തരുന്ന സ്ഥലമാണ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുമായിരിക്കും, പക്ഷേ ഞാനവിടെ ഇരുന്നുകൊണ്ട് വചനം പറയുമ്പം നിങ്ങൾക്കൊരു ബലം തരുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു അന്യഭാഷ പറയുമ്പം എനിക്ക് ബലം കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സാക്ഷ്യം കേൾക്കുമ്പോൾ മറ്റൊരാൾക്ക് ബലം കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഞാനൊരു സാക്ഷ്യം, ഷേർലി അലക്സ് എന്ന സിസ്റ്ററിൻ്റെ അകത്തുണ്ടോ ഇന്ന്? ഷേർലി അലക്സ് സിസ്റ്ററിൻ്റെ അകത്തുണ്ടോ? എനിക്കിന്ന് വോയിസ് അയച്ചില്ലായിരുന്നു. സിസ്റ്ററെ കൊല്ലത്ത് വന്ന് സാക്ഷ്യം പറയുവാൻ താല്പര്യമുണ്ടെന്ന്. സിസ്റ്റർ ഇന്ന് പ്രയറിലുണ്ടോ അതോ യൂട്യൂബിൽ കൂടുന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് കുറച്ച് മുമ്പേ നമ്മുടെ പ്രയറൊക്കെ കുറച്ച് നേരം നോക്കുന്ന സമയത്ത് കണ്ടതാണ് ആ സിസ്റ്ററുടെ സാക്ഷ്യം. പ്രയറിൽ ഇന്ന് കൂടുന്നുണ്ടോ സിസ്റ്റർ? ആ ഷേർലി സിസ്റ്ററാണോ ഇത്? ഇല്ല, എന്നാൽ കുഴപ്പമില്ല. ഞാൻ എന്നാൽ വോയിസ് കേൾപ്പിക്കാം. സിസ്റ്റർ എന്നോട് അയച്ചതാണ്. ഇത് സാക്ഷ്യം പറയാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു കൊല്ലത്ത്. എങ്കിലും ഞാനൊന്ന് കേൾപ്പിക്കാം. നമുക്കൊന്ന് വിശ്വാസത്തിൽ ബലപ്പെടാൻ വേണ്ടി. കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ കേൾപ്പിക്കാവേ. ബ്രദറെ, നമ്മുടെ കൊല്ലം മീറ്റിങ്ങിൽ 5 മിനിറ്റ് സാക്ഷ്യം പറയാൻ സമയം തരുമോ? ഞാൻ ഷേർലി അലക്സ് ആണ്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പ്രയറിൽ സാക്ഷ്യം പറഞ്ഞതാണ്. ഞാൻ 2024 ജൂണിലാണ് ഞാൻ ആദ്യം മീറ്റിങ്ങിൽ കയറി ഒരാഴ്ച ആയപ്പോഴത്തേക്ക് എനിക്കുണ്ടായിരുന്ന നടുവേദന പൂർണ്ണമായും മാറി. അത് ഡിസ്കിൻ്റെ അകർച്ച ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ ആ വേദന ഉണ്ടായിരുന്നു. അന്നത്തെ പ്രയറിൽ എനിക്കത് സൗഖ്യമായി. കർത്താവിൻ്റെ അടിപ്പിണരാണ് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വചനമേറ്റു പറഞ്ഞു. ഞാനത് അടുത്ത ദിവസം തന്നെ സാക്ഷ്യം പറഞ്ഞതായിരുന്നു. അതുപോലെ ഒത്തിരി അസുഖങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻ, അതൊന്നും ഞാൻ പിന്നെ പറഞ്ഞില്ല. അതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ പറയണമെന്ന് എനിക്ക് ദൈവനാമത്തിൽ, അത് ഒരു ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നു. സമയം കിട്ടുമോ എനിക്ക് 5 മിനിറ്റ് തരാനേ? സിസ്റ്റർ ചോദിച്ചേക്കുന്നത് കൊല്ലത്ത് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷെയർ ലിസ്റ്റ് എനിക്ക് വന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യമെങ്കിൽ എനിക്ക് അയച്ചു വന്നപ്പം ഞാനിത് വൈകുന്നേരമാണത്, ഇവിടുത്തെ ടൈമിലാണ് ഞാനിത് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞ സിസ്റ്റർ, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഞാൻ പറയണം, കൊല്ലത്തോ കോട്ടയത്തോ എറണാകുളത്തോ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ അവസരമുണ്ട്. കാര്യം നിങ്ങളുടെ സാക്ഷ്യം ഞാൻ പറഞ്ഞ സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, സിസ്റ്റർക്ക് നടുവിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഡിസ്കിന് അകൽച്ച ഉണ്ടായിരുന്ന പറഞ്ഞത്. നേരിട്ട് എന്തായാലും സിസ്റ്റർ കൊല്ലത്ത് വരുന്നുണ്ട് പറയാൻ വേണ്ടി. അപ്പോൾ അത് ചെറുപ്പം മുതലേ ഉള്ള ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ യൂറിനറി ഇൻഫെക്ഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ആ പ്രാർത്ഥനയിൽ 2024 എനിക്കൊന്ന് ഡിസംബറിലാണ് സിസ്റ്റർ പറഞ്ഞത്, ഓർമ്മയിൽ ഇപ്പോൾ കേട്ടത്. പ്രാർത്ഥനയിൽ കയറി കർത്താവ് അത് പൂർണ്ണ സൗഖ്യം. എന്നാലും ഡിസ്കിൻ്റെ അകൽച്ചയൊന്നും എൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ എൻ്റെ അറിവിൽ അതൊന്നും മരുന്ന് കഴിച്ച് മാറാൻ പറ്റുന്നതല്ല. പക്ഷേ കർത്താവ് തൊട്ടത് പൂർണ്ണ സൗഖ്യമായെന്ന് പറഞ്ഞ് സിസ്റ്റർ സാക്ഷ്യം പറയാൻ വേണ്ടി വരുന്നുണ്ട്. ഞാനത് മുൻകൂർ കേൾപ്പിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സു പറയുന്നത് നമ്മൾ എന്ത് ചെയ്യരുത്, ശ്രദ്ധിക്കരുത്, അതിനെ മൈൻഡ് ചെയ്യരുത്. യേശു പറയുന്നതിനെ ശ്രദ്ധിക്കുക. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് എറണാകുളത്തുമൊക്കെ സാക്ഷ്യം പറയാൻ, നിങ്ങൾ സാക്ഷ്യം പറയുവാൻ വേണ്ടി ഉള്ളവർ നേരത്തെ തന്നെ നിങ്ങൾക്ക് അവിടെ കയറി വരുമ്പോൾ തന്നെ ആരെങ്കിലും അവിടെ കാണുമ്പോൾ എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട് എന്ന് അവരോടൊന്ന് പറയണം. ആരാണോ അവിടെ ഇരിക്കുന്നത് അവരോടൊന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ വേണ്ടി, ഇനി സാക്ഷ്യം ഇവിടെ സൂമിൽ പറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾ രോഗികൾ, ഞാൻ പറയും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരിക. കാര്യം ഇത് കാണുന്നൊരു വ്യക്തിക്ക്, എനിക്ക് വ്യക്തിപരമായിട്ട്, ഞാനായിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ, എനിക്കൊരു വിശ്വാസം പറഞ്ഞു എൻ്റെ യേശു എന്നെയും തൊടുവെന്ന് ഉറപ്പ്. മറ്റ് രോഗികൾ, അവിടെ രോഗികളായിട്ടുള്ളവർ വരുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവർക്കിത് നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പം, യേശുവേ എനിക്കും ഒരു അവസരം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളെ അവർക്ക് ബലമായി തീരട്ടെ. ഇനി പറഞ്ഞില്ലേൽ ബ്രദറെ കുഴപ്പമുണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല. കർത്താവ് പറഞ്ഞതുപോലെ 10 കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, 9 പേര് വീട്ടിൽ പോയി, ഒരുവൻ മടങ്ങി വന്ന് യേശു പറഞ്ഞു നിങ്ങൾ ദൈവത്തിന് നന്ദിയുള്ളവരാകണം. കണ്ടോ, ആ 9 പേരെ എന്ത് ചെയ്യുന്ന യേശു വയ്ക്കുന്നുണ്ട്. ആ 9 പേര് എന്ത് ചോദിച്ചാൽ പറഞ്ഞാൽ അവർ എങ്ങോ അങ്ങോട്ടൊക്കെ പോയി. ഒരുത്തൻ മടങ്ങി വന്നിട്ട് യേശുവെ നന്ദി കർത്താവേ എന്ന് പറഞ്ഞു. കണ്ടോ,
കർത്താവ് പറഞ്ഞു ദൈവത്തിന് നന്ദിയുള്ളവരാകണം. ദൈവം ചെയ്ത് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതലേ ഡിസ്കിന് അകൽച്ചയുള്ള ആളാണ്. അപ്പോൾ സാക്ഷ്യം പറഞ്ഞു സിസ്റ്റർ അത് പറയാൻ അറിയാത്ത ഒരാളെങ്കിൽ പോലും സിസ്റ്റർ അറിയാവുന്ന പോലെയൊക്കെ എന്ത് ചെയ്തു, ആ വോയിസ് റെക്കോർഡ് അയച്ചു തന്നു. മതി എങ്കിലും അത് കേൾക്കുമ്പം ഞങ്ങൾക്ക് പിന്നെയും അടുത്ത ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിലൊരു ബലമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്ദി കർത്താവ്. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് കർത്താവേ, ഞാൻ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല, ഞാൻ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടപ്പാ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടപ്പാ, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ലപ്പാ, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ടപ്പാ. നന്ദി കർത്താവേ, നന്ദി പിതാവേ, നന്ദി കർത്താവേ. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടല്ലോ, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ടല്ലോ, എൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങ് എൻ്റെ സഹായകനും എൻ്റെ രക്ഷകനുമാണല്ലോ അപ്പാ. എല്ലാവരും ഒന്നും പ്രാർത്ഥിച്ച്, എൻ്റെ യേശുവേ ഞങ്ങൾ ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പോൾ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പോൾ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പോൾ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു സണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. സണ്ണി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കണ്ണാടി വെക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു ആൺ തലമുറയുണ്ട്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു കസേര ഇട്ടുകൊണ്ട് ഒരു ടേബിളിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ഈ പത്രം വായിക്കുകയും, ഞാൻ ആ ഒരു സീനാണ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത്. ആ ഒരു ടേബിൾ ഇരിക്കുന്നതിൻ്റെ ചേർന്ന് തന്നെ ഒരു വാതിൽ ഡോറ് തുറന്നിടുകയും അടുക്കളയിലോട്ട് പോകുന്നൊരു പോർഷൻ അവിടെ തന്നെ കാണാൻ പറ്റും. ആ വ്യക്തിയെ എടുത്ത് കാണിച്ചിട്ട് ആ വ്യക്തിയുടെ ആൺ തലമുറയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടുണ്ട്. കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ വലിയൊരു ദൈവപ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, ഞാൻ ആ വ്യക്തി ഇരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ കുടുംബത്തെ കർത്താവ് തൊടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ഈ പറഞ്ഞ പോലെയാണോ വീടിരിക്കുന്നത്? അതായത് ഈ വ്യക്തിയുടെ മകൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ വ്യക്തിയുടെ മകൻ്റെ കാര്യമാണ് പറയുന്നത്. ഇന്ന് അവരോട് പറയും, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചോ, ഈ പറഞ്ഞ അടയാളങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി അയച്ചു കൊടുത്തു. കർത്താവിന് തുറക്കാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞോണം, കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് അവിടെ കാണാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പ. പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എനിക്ക് ആ പേര് ഒഫീഷ്യൽ പേരാണോ വിളിപ്പേരാണോ എനിക്കറിയത്തില്ല. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം, ആ വ്യക്തിയുടെ ഭവനം ഒരു അനുഗ്രഹമായി. ഈ മന്മഥൻ എന്ന് വിളിക്കുന്ന ഒരു പേര് കർത്താവിനെ, അത് വിളിപ്പേരാണോ ഒഫീഷ്യൽ പേര് എനിക്കറിയത്തില്ല. ആ വ്യക്തിയുടെ കുടുംബവും ആ വ്യക്തിയുടെ കുടുംബം ആർക്കോ വേണ്ടി അനുകൂലമായി ചില കാര്യങ്ങളെ ചെയ്യുവാൻ വേണ്ടി ദൈവം അവരുടെ മനസ്സിനെ തൊടുവാകുന്നു എന്നാണ് കർത്താവ് പറയുകയാണ്. മന്മഥൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിനോട് പറയുന്നു, അപ്രതീക്ഷിതമായിട്ടൊരു വാതിലിനെ തുറക്കുവാൻ ദൈവം ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ ഭവനവുമായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടോ ആ കുടുംബവുമായിട്ടോ ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം ഈ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായ ആ ഭവനത്തെ ഒരുക്കാൻ വേണ്ടി പോവാണ്. കർത്താവിനോട് പറയുന്ന ചില വാർത്തകൾ ആ കുടുംബത്തിൽ കേൾക്കുവാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവേ ആ വലിയ ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ, വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ഇന്ന് മ്യൂട്ട് മാറ്റിയവർ പറയാനുള്ളവർ മാത്രമേ മ്യൂട്ട് മാറ്റാവുള്ളൂ. എല്ലാവരെല്ലാം ബാക്കി മ്യൂട്ട് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ ജസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തായാലും പ്രാർത്ഥിക്കുക, കർത്താവ് ചെയ്യും കേട്ടോ. പ്രാർത്ഥിക്കാൻ ധൈര്യമായിട്ടേക്ക്. ഈ കൂട്ടത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അകത്ത് ഉണ്ടാകും കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ച് ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ ആലോചന ഇടപെടുന്നവർ നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റുക. ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് സൂമിലാണെങ്കിൽ സൂമിൽ, അല്ലെങ്കിൽ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ
കർത്താവ് ഇന്ന് ഞാനൊരു 2 തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു. ഒരു രാഹുൽ എന്ന് പറയുന്ന മകനുമുണ്ട്. ആ കുടുംബത്തിൽ തന്നെ ഈ വേറൊരു പെൺകുട്ടീനെ കാണും. രാഹുലും ഉണ്ട്. രാഹുലിനെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഒരു ഈ പറഞ്ഞ സിസ്റ്റർ ഇപ്പോൾ ആദ്യമായിട്ട് കയറിയ സിസ്റ്ററാണത്. ഇന്ന് കർത്താവ് തൊടുക കേട്ടോ. ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ കർത്താവ് തൊട്ടല്ലോ. ഇന്ന് ആ ഭവനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ സിസ്റ്ററെ ഇപ്പോൾ പറയുന്ന സിസ്റ്ററോട് കൊണ്ട് പ്രാർത്ഥിക്കണം. രാഹുൽ ഇപ്പോൾ പറഞ്ഞ സിസ്റ്ററോട് ഞാൻ പറയുകയാണ്, ഞാൻ കാണുന്നതെല്ലാം ഒരു സജീവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. സജീവൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു വഴിത്തിരിവായിട്ട് ആ വ്യക്തിയെ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കേട്ടോ. പേര് കേട്ടായിരുന്നല്ലോ, സജീവൻ എന്ന് പറഞ്ഞോണ്ട് കേട്ടോ. ഇന്ന് ദൈവം അത്ഭുതമാക്കി മാറ്റും സിസ്റ്റർ കേട്ടോ. അത് വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഭവനത്തിൻ്റെ അകത്ത് 2 കിണറുകളുള്ളൊരു ഭവനമാണ്. പക്ഷേ ഒരു കിണർ ഒരു പറമ്പിൽ നിൽക്കുക. അത് ഉപയോഗ ശൂന്യമല്ലാത്ത രീതിയിൽ കിടക്കുന്നൊരു പഴയ കിണറാണ്. പക്ഷേ ഇപ്പുറത്തോട്ട് മാറി ആ വീടിനോട് ചേർന്ന് മറ്റൊരു കിണറും കൂടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്താണ് കുടിവെള്ളം എടുക്കുന്നത്. ഈ ഒരു പറമ്പ്, ഈ പഴയ കിണർ കിടക്കുന്ന ഈ പറമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിത് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആ ഒരു പറമ്പ് നിന്ന് കാണുന്ന സമയത്ത് തന്നെ ഒത്തിരി ആളുകൾ ഇങ്ങനെ നടന്നും ഒത്തിരി ആളുകൾ അതിൻ്റെ മേൽ ചവിട്ടി നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. ഞാനത് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി കൈമാറ്റങ്ങൾ കഴിഞ്ഞ് വന്ന ഒരു മണ്ണാണത്. ഒത്തിരി കൈമാറ്റം കഴിഞ്ഞെന്ന് വെച്ചാൽ ഒത്തിരി കണ്ണുനീര് വീണ ഒരു മണ്ണാണത്. അത് നിമിത്തം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള ഭവനം ഉണ്ടെങ്കിൽ പോലും ഈ ഭവനത്തിൻ്റെ അകത്ത് പലപ്പോഴും വാക്ക് തർക്കങ്ങൾ, പലപ്പോഴും വാക്കുകൾ തമ്മിൽ ചേരാതെ എപ്പോഴും ചില ഇങ്ങോട്ട് പറഞ്ഞ സമൂഹത്തിൽ സമാധാനം ലഭിക്കാത്തൊരവസ്ഥകൾ ആ ഭവനത്തിൽ ഉണ്ടാകുന്നത് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയൊരു സ്വസ്ഥത കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. ആ ഒരു കുടുംബം ഇന്ന് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്നിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഇന്ന് തുറന്നു വരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് മണ്ണിനോട് ഇന്ന് മല്ല് പിടിച്ച് നിൽക്കുന്ന സകല പിശാചിൻ്റെ തന്ത്രങ്ങളും കുടുംബം വിട്ട് മാറട്ടെ. ദൈവത്തിൻ്റെ വലിയ അത്ഭുതം ഇന്നവിടെ തുറക്കട്ടെ. ഞങ്ങളിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ദൈവപ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി കർത്താവ് പറയുന്ന നന്മ കയറാൻ വേണ്ടി പോവുക. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഭവനം ഏറ്റെടുത്തോണം യേശുവിൻ്റെ നാമത്തിൽ. കഴിയുമെങ്കിൽ സിസ്റ്ററുടെ വീടാണത്. ഈ വിഷയം വല്ല ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററെ. നാളെ തന്നെ ആ പറമ്പിൽ പോയിട്ട് വചനം ഒന്ന് പറയണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരമുണ്ട്. ഞാൻ ആ മണ്ണിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും എനിക്ക് ഒരു ദോഷവും വരത്തില്ലെന്ന് പറയണം. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നാളെ അവിടെ പോയി പ്രാർത്ഥിക്കുന്ന സമയം യേശുവിൻ്റെ നാമത്തിൽ കണ്ടോണം. അതിന് ശേഷമുള്ള വ്യത്യാസം കണ്ടോണം. വലിയ കർത്താവിലുള്ള നന്മകളെ തുറക്കാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഞാനൊരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ചെക്ക് ബുക്ക് കർത്താവ് എന്നെ കാണിക്കുവാണ്. ആ ചെക്ക് ബുക്കിൻ്റെ അകത്ത് ഇനിയൊരു 6 ലീഫും കൂടെയുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ചെക്ക് ബുക്ക് കാണുവാണ്. 6 ലീഫ് അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഞാൻ ആ ബാങ്കുമായിട്ട്, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ 6 ലീഫ് ഇരിക്കുന്ന ചെക്ക് ബുക്കുള്ള ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് ഒരു വാക്ക് കാണിക്കുന്നു. വലിയ ഒരു സങ്കടത്തോടെ ഈ ദിവസങ്ങളിൽ നടക്കുവാണ്. ഒത്തിരി വാതിലുകൾ മുട്ടി തുറന്നില്ല. വാതിലുകൾ മുട്ടി സഹായിക്കാമെന്ന് പറഞ്ഞ പലരും വാക്കുമാറി വലിയൊരു തകർച്ചയുടെ വക്കിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ കർത്താവ് ഇന്ന് എന്നോടൊരു വാക്ക് പറയുന്നു, ആ ഒരു ബാങ്കിൻ്റെ അകത്തും തന്നെ നന്മ വരാൻ വേണ്ടി. ഇത് അടയാളമായിട്ട് കർത്താവ് എന്നെ 6 ചെക്ക് ലീഫ് ഉള്ളൊരു ബുക്കാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 6 ചെക്ക് ലീഫിനുണ്ട്.
അത് കാണിക്കുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അതേ ബാങ്കിൽ തന്നെ വലിയൊരു ബ്ലെസ്സിങ്ങിൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. ആ ബാങ്കിൽ നിന്നൊരു കോള് വരുന്നതായിട്ട് തന്നെ കർത്താവ് കാണിക്കുന്നു. ആ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ചെക്ക് ചെയ്യുക, പോയി ആ ചെക്ക് ബുക്ക് ചെക്ക് ചെയ്യുക. എന്നിട്ട് കൈ വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആലോചന ഏറ്റെടുക്കുന്നു, ഞാൻ അത്ഭുതം കാണുമെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഓടിപ്പോയി ചെക്ക് ചെയ്യുക. ആരാന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുക. കർത്താവ് അത് വലിയൊരു സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നവ കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ, വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. ഞാനൊരു 3 സഹോദരന്മാരെ കർത്താവ് എന്നെ കാണിക്കുക. 3 സഹോദരന്മാരിൽ അതിൻ്റെ അകത്ത് ബിനോയ് എന്ന് പേരുള്ള വിളിപ്പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ്, 3 സഹോദരന്മാരിൽ ബിനോയ് എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച ഇങ്ങനൊരു ഒരു 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 എന്താ പറയുന്ന ഒരു മാവ് നിൽക്കുന്ന ഒരു പറമ്പാണ്. എന്നെ ഒരു വീടിൻ്റെ സൈഡ് വശമാണ് കാണുന്നത്, ഒരു പറമ്പിൻ്റെ അവിടെയാണ് കാണുന്നത്. ഒരു മാവ് അവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് വെളിപ്പെടുകയാണ്. എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്, അലഞ്ഞ വ്യക്തിയെ ദൈവം ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ കുടുംബത്തെ ഇന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ തുറക്കുന്നല്ലോ യേശുവേ. ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുടെ മേൽ സംഭവിക്കട്ടെ, ആ കുടുംബം ഏറ്റെടുത്താട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. ഈ പറഞ്ഞ അവസ്ഥയിലൂടെയാണോ ഓക്കെ സിസ്റ്റർ, ഈ പറഞ്ഞ പോലെ അടയാളങ്ങളെല്ലാം ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സിസ്റ്റർ കേട്ടത്. ഈ പറഞ്ഞ വീട് നാട്ടിലാണോ, തറവാടാണോ? ഓക്കെ, എന്നാൽ വ്യക്തിക്ക് വേണ്ടി പറയണം, കർത്താവ് ഇന്ന് തൊടാൻ വേണ്ടി പോവാണ്. ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി പോവാന്ന് പറഞ്ഞോണം. കർത്താവ് തൊടാൻ വേണ്ടി പോകുക കേട്ടോ. വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ദൈവം പറഞ്ഞ അടയാളങ്ങൾ ശ്രദ്ധിക്കുക. 3 പേരിൽ ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിന്നെയും പ്രാർത്ഥിച്ച് എല്ലാവരുടെ കൂടെ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചോണം. ഇന്ന് നമ്മൾ കേട്ടതുപോലെ മനസ്സ് പറയുന്നു ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന്, പക്ഷേ യേശു പറയുന്നു സൗഖ്യമാകുക തന്നെ ചെയ്യും, അത്ഭുതം നടക്കുക തന്നെ ചെയ്യും, അത്ഭുത സാക്ഷിയാകുക തന്നെ ചെയ്യും. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവേ, അങ്ങയുടെ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ, അങ്ങയുടെ കൃപ ചൊരിയുന്നല്ലോ. അപ്പോൾ എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, ഞങ്ങളുടെ പ്രതിസന്ധികൾ നീങ്ങട്ടെ. ഇന്ന് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. അപ്പോൾ ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നത്, വീടിൻ്റെ അകത്താണ് ആ വ്യക്തി ഇരിക്കുന്നെങ്കിൽ പോലും ആ വ്യക്തിയുടെ കട്ടിലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കുപ്പിക്കകത്ത് വെള്ളം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നത്. കട്ടിലിൻ്റെ തൊട്ട് കാലിൻ്റെ അടുത്ത് തന്നെ കുപ്പിയിൽ വെള്ളം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വെള്ളം വെച്ചിരിക്കുന്ന അതേ മുറിയിൽ തന്നെ ഈ വ്യക്തി കിടക്കുന്ന കട്ടിലിൽ നിന്ന് നേരെ, അതായത് കട്ടിലേക്ക് കടന്നുകൊണ്ട് കുപ്പിയിരിക്കുന്ന വശത്തോട്ട് നേരെ നോക്കിയാൽ ഒരു ജനലിൻ്റെ പോലത്തെ, അതായത് ജനലിൻ്റെ ഡോറ് പോലത്തെ ഒരു ഡോറ് അവിടെ കാണാൻ പറ്റും. ഒരു ഡോർ ആ നോക്കുന്ന വ്യക്തിക്ക് കാണാൻ പറ്റും. ഞാൻ ആ ഒരു മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഉൾഭയത്തിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തിയാണ്. ഭയങ്കര ഭയം, പിശാച് ഉൾഭയം കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ അകത്ത് ഭയം,
വല്ലാത്തൊരു ഭയം, ഒത്തിരി നഷ്ടങ്ങളുണ്ടായ ഒരു ഭവനമാണ്. ഇപ്പോൾ ഭയത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഇന്ന് സകല ഭയപ്പാടുകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുകയാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തെ കർത്താവ് ഇന്ന് തുറക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വ്യക്തി ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ പറഞ്ഞു. ഈ പറഞ്ഞ പോലെയാണോ അടയാളം സൗര? ഈ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് ഞാൻ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഞാനിത് ഇപ്പം ഇത്രയും പേർക്ക് ഒരേപോലെ വന്നുകൊണ്ട് മറ്റൊരു അടയാളം കൂടെ ഞാൻ കാണുന്നൊരു കാഴ്ച. ആ മുറിക്കകത്ത് തന്നെ പേനയും പേപ്പറും വെച്ചിരിക്കുന്ന ഒരു മുറിയുടെ കർത്താവിനെ കാണിക്കുന്നത്. ഇത് ഈ പറഞ്ഞ ഈ മുറിക്കകത്ത് തന്നെ പേനയും പേപ്പറും, ഞാൻ ആ പേന ക്യാപ്പ് തുറന്നിട്ടിരിക്കുകയാണ്. അതായത് നോർമലായിട്ട് വെച്ചിരിക്കുകയല്ല, ക്യാപ്പ് തുറന്ന് പേപ്പറിൻ്റെ മേലേക്ക് വെച്ചിരിക്കുകയാണ് ആ പേന. ഈ പറഞ്ഞ സിസ്റ്ററുടെ ഭവനാണ്. പിന്നെ ഒരേപോലെ വന്നോ? എന്നാൽ അടുത്തൊരു കാര്യം കർത്താവിനെ കാണിക്കുന്നത്, 2 പെൺമക്കളുള്ള ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് 2 പെൺമക്കളാണ് ആ കുടുംബത്തിലുള്ളത്. ആ വ്യക്തിയാണ് കർത്താവിന്. അതാരാ? അത് സിസ്റ്റർക്ക് മാത്രമല്ലേ അല്ലേ? എന്നാൽ യേശുവിൻ്റെ നാഥരെടുത്തു. അത് വീണ്ടും കർത്താവ്, അതുകൊണ്ട് ഒത്തിരി കൺഫ്യൂഷൻ വന്നാൽ വീണ്ടും കർത്താവ് ആഴങ്ങളിലേക്ക് തുറക്കും. ഇന്ന് സിസ്റ്റർ ഏറ്റെടുത്തു. ഇന്ന് സിസ്റ്ററോടുള്ള ആലോചനയാണ്. ആ 2 തലമുറകളെയും തൊടും കർത്താവ്. ആ ഭയത്തെ കർത്താവ് ഇന്ന് മാറ്റി ദൈവത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. പുതുവഴി ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ അങ്ങടെ വൻകൃപയ്ക്കായി സ്തുതിക്കുന്നപ്പോൾ ഞാനൊരു വ്യക്തി, ഒരു ബസ് യാത്ര കർത്താവ് എന്നെ കാണിക്കുക. അതായത് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീടിൻ്റെ പുറത്ത് 2 ഇരുവശത്തും മരങ്ങൾ കാടുപോലെ നിൽക്കുന്ന ഒരു ഇരുവശമുള്ള ഒരു സ്ഥലത്ത് നിന്നും നടന്ന് ഒരു ഓട്ടോ സ്റ്റാൻഡ് കാണിക്കുന്നുണ്ട്. ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ബസ് കയറി പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സഹോദരി ഞാൻ കാണുന്നത്. ആ സഹോദരിയുടെ കയ്യിൽ ഒരു ജ്വല്ലറിയുടെ ഒരു ജ്വല്ലറിക്കാരുടെ കൂട്, അങ്ങനത്തെ ഒരു കവറ് കൈ പിടിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് പല സാധനങ്ങളും വെച്ചുകൊണ്ട്, അതായത് ആ കമ്പനിയുടെ ജ്വല്ലറിയുടെ കടയുടെ ഷോപ്പിൻ്റെ ഒരു ബിഗ് ഷോപ്പർ പോലത്തെ ഒരു കവർ, ബിഗ് ഷോപ്പറല്ല, അങ്ങനത്തെ ഒരു കവറും പിടിച്ചുകൊണ്ട് ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ഈ നടന്ന് വന്നിട്ട് ഈ പറഞ്ഞ പോലെ 2 ഇരുവശം കാടല്ല, മരങ്ങൾ നിൽക്കുന്ന ഒരു വഴിയാണ്. അവിടെ നേരെ ഓട്ടോ സ്റ്റാൻഡ് അവിടെ നിന്ന് വണ്ടി കയറി ഈ സഹോദരി ബസ് കയറിപ്പോകുന്ന ഈ സഹോദരിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവോട് പറയുകയാണ്, കുടുംബത്തിൻ്റെ മേലും കുടുംബജീവിതത്തിൻ്റെ മേലും ഭാവിയുടെ മേലും കർത്താവിൻ്റെ സ്പർശനം വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, 6 വർഷമായിട്ട് പിശാച് കുരുക്കിയിട്ടിരിക്കുന്ന കുരുക്കുകൾ ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറുകയാണ്. ഈ യാത്ര ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചൊരു യാത്രയാണ്. ആ യാത്ര വലിയൊരു ഭാരത്തോടെയാണ് ആ ബസ്സിൽ യാത്ര ചെയ്തത്. എന്നോട് പറയുന്നു, ഈ കർത്താവ് ആ സങ്കടം കേട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അനുഭവിക്കാൻ വേണ്ടി പോവാണ്. ആ വ്യക്തി ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയാണ്. 6 വർഷമായിട്ടുണ്ടായിരുന്ന ആ പ്രതിസന്ധി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മാറുകയാണ്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി പറയാൻ വേണ്ടിയാണോ സിസ്റ്ററെ വെച്ച് ഈ പറഞ്ഞതെല്ലാം? സിസ്റ്ററാണോ യാത്ര ചെയ്തത്? ഉറപ്പാണോ? എന്ന ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുവാണ്. ആ യാത്രയിനകത്ത് ഭാരപ്പെട്ടതൊക്കെയും കർത്താവ് കണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, നിരോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ കൈയെടുത്ത് വെച്ച് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇനി എത്ര ദിവസം കൂടി ഉണ്ട്? ഇനി മൊത്തം എത്ര ദിവസം കൂടി ഉണ്ട് പങ്കുചേരാൻ? അതിന് അപ്പോൾ 6 ദിവസവും കൂടെ നമുക്ക് എറണാകുളം, കൊല്ലം, കോട്ടയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. എനിക്ക് തോന്നുന്നത്, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഇരിക്കാൻ പോലും ഇടയില്ലാതെ വണ്ണം കർത്താവ് ദേശത്ത് നിറയ്ക്കട്ടെ. നമ്മൾ ഈ ഓർത്തോണം, എറണാകുളത്തായിക്കോട്ടെ, അവിടെ ഒത്തിരി തകർന്ന ഭവനങ്ങളുണ്ട്, ഒത്തിരി തലമുറകൾ നശിക്കുന്നുണ്ട്. എല്ലായിടത്തും അവരൊക്കെയും നിങ്ങൾ അനേകർക്ക് വേണ്ടി, അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും കേട്ടോ.
അവിടെ വരുന്ന രോഗികൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളുടെ കൺമുമ്പിൽ രോഗികൾ സൗഖ്യമാകുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി പോവുക. നിങ്ങളുടെ കരത്തിലൂടെ യേശു പ്രവർത്തിക്കുന്നത് കാണാൻ വേണ്ടി പോവുക. വലിയ ദർശനങ്ങൾ നിങ്ങളുടെ മേൽ തുറക്കാൻ വേണ്ടി പോവുക. കൃപാവരങ്ങൾ നിങ്ങളുടെ മേൽ തുറക്കാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ അവിടെ നടക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. പരിശുദ്ധാത്മാവ് നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറയും, യേശുവേ, അങ്ങൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ, അങ്ങൻ്റെ വേദന ക്രൂശിൽ വഹിച്ചതാ, അങ്ങയുടെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അങ്ങയുടെ മുറിവിനാൽ എനിക്ക് അത്ഭുതം വന്നിരിക്കുന്നപ്പോൾ ഞാനിപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ അത്ഭുതം എന്നവിടെ ഉണ്ടാകുന്നല്ലോ, അങ്ങയുടെ അത്ഭുതകരമായ വിടുതലിനെ അങ്ങ് ചെയ്യുന്നല്ലോ അപ്പാ. പിതാവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ അപ്പാ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ അപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രാർത്ഥിച്ച രോഗമുള്ള ഭാഗത്ത് കൈവച്ച്, ആ വേദനയുള്ള ഭാഗത്തോട്ട് കൈവച്ച്, ഇന്ന് കർത്താവ് നിങ്ങളെ സ്പർശിക്കാൻ വേണ്ടി പോവുക. ഇന്ന് കർത്താവ് നിങ്ങളെ അത്ഭുതമാക്കാൻ വേണ്ടി പോവുക. ഇന്ന് നിങ്ങളുടെ രോഗത്തിൻ്റെ മേൽ, വേദനകളുടെ മേൽ, മുറിവുകളുടെ മേൽ യേശു എന്ന് തൊടാൻ വേണ്ടി പോവുക എന്ന് പറഞ്ഞ് എൻ്റെ യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. നമ്മൾ കേട്ടതുപോലെ മനസ്സ് പറയുന്നു രോഗം മാറത്തില്ല, ഈ വേദന മാറത്തില്ല, ഇതുകൊണ്ട് മരിക്കുമെന്ന് മനസ്സ് പറഞ്ഞാൽ യേശു പറയുന്നു, ഇല്ല, ഇപ്പോഴും വിശ്വാസമില്ലേ, ഞാൻ മുറിവേറ്റത് നിങ്ങൾക്ക് വേണ്ടിയാ, ഞാൻ രോഗം വഹിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ, എൻ്റെ മുറിവ് നിങ്ങളുടെ ആരോഗ്യമാണ്, അത്ഭുതമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ വഴി തുറക്കട്ടെ, വിശാലത വരട്ടെ, വിശാലത വരട്ടെ, നന്മ തുറക്കട്ടെ, അതിരുകൾ വിസ്താരമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, ഞങ്ങളുടെ വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നല്ലോ, വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നല്ലോ. അപ്പോൾ എല്ലാ പ്രതികൂലങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഇന്ന് കൈ അവിടെ വെച്ച് നെടുത്ത് ഇന്ന് സൗഖ്യമാണ്, നാളെയല്ല കേട്ടോ, ഇന്ന് സൗഖ്യമാണ്. എൻ്റെ കഴിവോ നിങ്ങളുടെ കഴിവോ നമ്മുടെ മിടുക്കുമൊന്നുമല്ല, സൗഖ്യമാക്കുന്നത് യേശുവാണ്. യേശുവിൻ്റെ നാമത്തിലാണ് സൗഖ്യം. യേശുവിനെ സ്വീകരിച്ച കർത്താവ്, എനിക്ക് ആഗ്രഹമുണ്ട്, അപ്പോൾ എനിക്ക് സൗഖ്യമാകണം, പറ, എനിക്ക് സൗഖ്യമാകണം. ആരോടെങ്കിലുമൊക്കെ ഞാൻ ഇന്ന് ദൈവമേ അങ്ങയുടെ ഹിതമല്ലാത്ത വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ അപ്പാ. ഒന്ന് ഏറ്റുപറഞ്ഞ് ആ സൗഖ്യത്തെ ഒന്ന് സ്വീകരിച്ച്, യേശുവെ നന്ദി കർത്താവേ, അങ്ങയുടെ മുറിവെൻ്റെ അത്ഭുതമാണപ്പാ, നന്ദി കർത്താവേ, നന്ദി കർത്താവ്. ഇപ്പോൾ ആ വേദനയെ കർത്താവ് എടുത്തിരിക്കുന്നു, ആ സൗഖ്യത്തെ കർത്താവ് തന്നിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് സാക്ഷ്യങ്ങളെ കേൾക്കാൻ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നല്ലോ. ഈ സമയം ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കർത്താവിന് എനിക്കെപ്പോഴും എല്ലാവർക്കും ഇത് ലഭിച്ചു എന്നുള്ള മറുപടി തരാൻ കഴിയാത്തത് കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ഇത് പിരിവല്ല, പിടിച്ചു വാങ്ങലോ ഒന്നുമല്ല. കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെ തോന്നുന്ന ആരും നിങ്ങൾ എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമേ വരത്തുള്ളൂ. പക്ഷേ ബൈബിൾ പറയുന്നത് പോലെ ഞാൻ സുവിശേഷത്തിന് വേണ്ടി വിതയ്ക്കുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുന്നു. അത് ഞാൻ ആർക്ക് കൊടുക്കുന്നില്ല, ഞാൻ പറഞ്ഞു നിങ്ങളായിരിക്കുന്ന സഭകളിൽ കൊടുക്കണം. നിങ്ങൾ ഏത് പള്ളിയിലാണോ അവിടെ നിങ്ങൾ ദശാംശം കൊടുക്കണം. നിങ്ങൾ ഏത് പള്ളിയിലാണോ അവിടെ സുവിശേഷം കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് വിതയ്ക്കുവാൻ ആഗ്രഹം മനസ്സിൽ തോന്നിയാൽ മാത്രം വിതയ്ക്കുക. ഞങ്ങൾക്ക് ഹൃദയത്തിൽ തോന്നുന്നവർ മാത്രം വിതയ്ക്കുക. സുവിശേഷ വേലയിൽ ആഗ്രഹിക്കുന്നവർ മാത്രമേ വിതയ്ക്കാവുള്ളൂ. ഗോഡ് ബ്ലെസ് യു. വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ അധ്വാനം നിങ്ങൾ തന്നെ ഭക്ഷിക്കും. നിങ്ങൾ ഭാഗ്യവാൻ, നിങ്ങൾക്ക് നന്മ വരും എന്ന വചനത്താൽ ഞാൻ അനുഗ്രഹിക്കുന്നു. വലിയ നന്മയുണ്ടാകട്ടെ. നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളിൽ വിതച്ചവരോടൊക്കെ ഞാൻ പറയുന്നു, അവിടെ ഇരിക്കുന്ന കസേരയിൽ ആര് വന്നിരുന്നാലും ഒരാത്മാവ് രക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒക്കെയും അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞാൽ ഒരേ ആലോചന ഒരേപോലെ ഉള്ളവർ നിങ്ങൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഏറ്റു പറഞ്ഞാൽ മറ്റൊരാൾക്കൂടെ നമുക്ക് സാക്ഷ്യം പറയാൻ അവസരം കൊടുക്കണം. കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി ആൾക്കാർ വലിയ സംസാരം ഉണ്ടായവർക്ക് പറയാൻ അവസരം കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ കഴിവത് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ആലോചന ഉള്ളവരുണ്ടെങ്കിൽ പറയേണ്ട, ഏറ്റെടുത്താൽ മതി. ആരെങ്കിലും പറഞ്ഞു എന്തോ അതാരുടെ അതിന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവ് ഇന്ന് അതിലേക്ക് നന്മ തരാൻ വേണ്ടി, ഇത് വല്ലോ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് മാത്രം ഏറുന്ന കാര്യങ്ങളാണ്. പക്ഷെ കർത്താവ് ഇന്ന് അത് തുറക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. കർത്താവ് അത് സാക്ഷ്യമാക്കും കേട്ടോ. ഏറ്റെടുത്തു. വലിയ അത് വിശ്വസിച്ച കേട്ടോ. കാര്യം ഇത് വല്ലോ ഞങ്ങൾ അറിയാൻ വല്ലോ സാധ്യത ഉള്ളതാണോ സിസ്റ്ററെ? എന്നാൽ ധൈര്യം, അപ്പോൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും തന്നെ പറയണം കേട്ടോ.
അത്ഭുതം കാണും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. എന്തോ? ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്. ആമേൻ. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ അവൾക്ക് അങ്ങനെ ഒരു സാധ്യത ഇല്ലായിരുന്നു. പക്ഷേ ആ മകളെ കർത്താവ് തൊട്ട് വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് മറ്റിനിടയെ തീർന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ആലോചന പറഞ്ഞാൽ അത് നിവർത്തിപ്പാൻ ശക്തനാണെന്നുള്ളത് കേൾക്കാൻ പറ്റി. ഏറ്റെടുത്തത് കർത്താവിൻ്റെ കൃപയിൽ അത് സാക്ഷ്യമാകാൻ പറ്റി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എന്തോ? സിസ്റ്ററെ പ്രാർത്ഥിച്ചോണം. ഇങ്ങനെ പറഞ്ഞു കേട്ടോ, എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരുമെന്നുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. എന്നെ എപ്പോഴും പറഞ്ഞു, കർത്താവേ എൻ്റെ അധ്വാനത്തിൽ ബൈബിൾ പറഞ്ഞു നമ്മുടെ അധ്വാനം ഒരാളും അപഹരിക്കത്തില്ല കർത്താവേ, ആ നഷ്ടപ്പെട്ടത് മടങ്ങി വരട്ടെ എന്ന് പറഞ്ഞോണം. അത് നമ്മളിൽ തന്നെ വരും കേട്ടോ. മാനുഷിക ബുദ്ധിയിൽ അസാധ്യമാണ്, പക്ഷേ കർത്താവിന് അത് നടക്കും കേട്ടോ. ദൈവത്താൽ നടക്കും. എന്തോ? പറഞ്ഞോ സിസ്റ്ററെ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ദൈവം അത് അത്ഭുതമാക്കി മാറ്റും. പറഞ്ഞോ. പറഞ്ഞോ. തീർച്ചയായിട്ടും ബ്രദറെ, ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ ഈ ആലോചന കേൾക്കുമ്പോൾ, നിങ്ങൾ ആലോചന ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതെന്തുവാ സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്തൊരു കാര്യം ഉറപ്പിച്ചോണം, നമ്മൾ പോലും അറിയാതെ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സാക്ഷ്യം പലതും കേൾക്കുന്നതാണ്. ഈ ഏറ്റെടുത്തവർ, നമ്മൾ ചിലപ്പോൾ ആമേൻ പറഞ്ഞപ്പോൾ ബ്രദർ വന്നത് പറഞ്ഞു, എല്ലാവരോടും ഞാൻ പറയുകയാണ്, നമ്മൾ ഏറ്റെടുക്കുന്നു, നമ്മൾ കർത്താവ് തന്നതിന് നന്ദി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആത്മീയമായിട്ട് അതിൻ്റെ മേൽ തുറക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പം ഒരു ദൈവത്തിൻ്റെ ആലോചന നമുക്കറിയാം, കന്യക മാതാവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞു, കർത്താവ് ജനിക്കുമെന്ന് പറഞ്ഞു. ഉടനെ മാതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നാ വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. അത് ഏറ്റെടുക്കുകയാണ്. ആ ആലോചനയെ, ദൂതൻ പറഞ്ഞതിൻ്റെ ദൈവത്തിൻ്റെ ആലോചനയെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അത് ഉളവാകുകയാണ്. ഓരോ ആലോചനയും സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അത് വരികയാണ്. എല്ലാവരോടും ഞാൻ പറയുന്നത്, ഓരോ പ്രവചനവും സ്വീകരിക്കുമ്പോൾ നിങ്ങളിൽ അത് സംഭവിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാവരോടും പറയുകയാണ്, കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ?
പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഉം, ഉം. ആമേൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. കാര്യം നിങ്ങൾ കേട്ടല്ലോ. എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാ ഓർമ്മയും നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ വ്യക്തിയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം ഉണ്ടായിരുന്ന അത് മാഞ്ഞു പോയ വ്യക്തിയാണ്. എല്ലാവരും പറഞ്ഞ ആ വ്യക്തി എല്ലാം പോയെന്ന് പറഞ്ഞു. പക്ഷേ സിസ്റ്റർ പോയി പ്രാർത്ഥിച്ചു. ഇന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാം തിരിച്ചു വന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ മാനുഷിക ബുദ്ധിയെ നോക്കി അസാധ്യമല്ലേ? കാര്യം പ്രായം ചെല്ലും തോറും ആൾക്കാർ ഓർമ്മ നഷ്ടപ്പെടും. പിന്നീട് അതൊരിക്കലും മടങ്ങി വരത്തില്ല. അവർ പിന്നീട് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. പക്ഷേ പ്രാർത്ഥനയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചാൽ നിങ്ങളിലൂടെ അത് ചെയ്യും. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകരുടെ ജീവിതത്തിൽ സാക്ഷ്യമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു. കേൾക്കുന്നുണ്ട്. ഉം, ഉം, ഉം. ആമേൻ. എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? ഗോളിയാർ എന്ന് പറഞ്ഞാൽ എവിടെയാ സ്ഥലം? മധ്യപ്രദേശ്. ഓ ഓ. ഇപ്പോൾ വേദന ഇല്ല, നടക്കാനൊക്കെ പറ്റും. ഓ, അത് വലിയ അത്ഭുതമായിട്ടോ. പ്രിയ സിസ്റ്റർ പറഞ്ഞത് 4-5 വർഷമായിട്ട് വേദനയായിരുന്നു, നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു അല്ലേ, ജോലിക്ക് പോകാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പം കർത്താവ് സൗഖ്യമാക്കിയ മധ്യപ്രദേശത്തിൽ അനേകരോട് പറയണം, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു അത്ഭുതം ചെയ്യുന്നു, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയണം. കർത്താവ് സാക്ഷ്യമാക്കും കേട്ടോ. ആ, പറഞ്ഞു. കുഞ്ഞുനാൾ മുതലേ ചുമയുണ്ടായിരുന്നു. ഓ, അത് വലിയൊരു അത്ഭുതമായിട്ട് നിങ്ങൾ കേട്ടെ. കുഞ്ഞുനാൾ മുതൽ ചുമയുണ്ടായിരുന്ന ആൾ 64 വയസ്സിലാണ്, ഇപ്പോൾ 64 വയസ്സായല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ആണല്ലേ, ഞാനത് മറന്നുപോയി കേട്ടോ, ക്ഷമിക്കണം. അതെ അതെ, ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും വർഷം ഉണ്ടായിരുന്ന രോഗത്തെ യേശു സൗഖ്യമാക്കി. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കാലിൻ്റെ വേദന സൗഖ്യത. ഞാൻ പറഞ്ഞത് മനസ്സ് പറയുന്നു നടക്കത്തില്ല, യേശു പറയുന്നതേ നടക്കത്തുള്ളൂ. അപ്പോൾ മനസ്സിനോട് പറയണം, നിന്നെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, ഞാൻ എൻ്റെ യേശുവിനെ ഞാൻ മൈൻഡ് കൊടുക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഉം. ആമേൻ ആമേൻ. തീർച്ചയായിട്ടും ഇന്ന് കർത്താവ് സൗഖ്യമാക്കിയ ദൈവത്തിൻ്റെ വൻകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ കർത്താവിൻ്റെ പൈതങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാക്ഷിയാക്കി ദൈവം നമ്മളെ എല്ലാ മേഖലയിലും മാറ്റും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഇനിയും കർത്താവ് നിറയ്ക്കുന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു സിസ്റ്ററെ, ധൈര്യമായിട്ട് പറഞ്ഞു.
ഇപ്പം എയർ ഇന്ത്യയിലാണോ മോൻ? ആമേൻ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മോന് എന്ന് പറഞ്ഞ പോലെ തന്നെ ആലോചന അവനെ ദൈവം അത്ഭുതമാക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ പ്രവചനാലോചനയും ഏറ്റെടുക്കണം. തൃശ്ശൂർ മീറ്റിംഗിൽ വെച്ചാണ് സിസ്റ്റർ വന്നത്. ആമേൻ. അപ്പോൾ തൃശ്ശൂരാണ് സിസ്റ്റർ വീട്. ഓക്കെ. അത് വലിയൊരു ആമേൻ. അത്ഭുതം കർത്താവേ. ഒരു മിനിറ്റ് സിസ്റ്റർ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. സിസ്റ്ററെ, മോൻ്റെ പേര് ദൈവാത്മാ വെളിപ്പെടുത്തിയായിരുന്നു അല്ലേ? ആമേൻ. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുത്തു വയ്ക്കാൻ കാരണം വേറൊന്നുമല്ല, കർത്താവ് ഓരോ ആലോചനകളെ ഇടപെടുമ്പോൾ പറഞ്ഞ പോലെ തന്നെ മോൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്വന്തം പേര് വെളിപ്പെട്ടാൽ ഇനിയൊന്നും വേണ്ട, അവൻ്റെ വിളിപ്പേര് കർത്താവ് വെളിപ്പെടുത്തി അവനൊരു അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. ഇന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അതിശയമാകുന്ന രീതിയിൽ അവൻ ആ ജോലി ലഭിക്കുവാൻ ഇടയായി തീർന്നു. കർത്താവ് അവനെ സാക്ഷ്യമാക്കുന്നതിന് നന്ദി പറയുന്നു. ധൈര്യത്തോടെ ഇരിക്കുക. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായി തീരും കേട്ടോ സിസ്റ്റർ. അവനോട് പറയണം, കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് മാനിക്കുമെന്ന് പറയണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. അവനോട് എന്നോടൊന്ന് ബന്ധപ്പെടാൻ പറയണം. നമ്മുടെ ടിക്കറ്റുകളൊക്കെ ഇടയ്ക്ക് നോക്കാൻ പറ്റുമല്ലോ. കർത്താവ് എന്നെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാ മേഖലയിലും തലമുറകൾ വർദ്ധിക്കട്ടെ. തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മേഖലയിലും കർത്താവിൻ്റെ സാക്ഷിയാകട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ സാക്ഷ്യമുള്ളവർ ഈ നിമിഷം വേഗത്തിൽ പറയണം. ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥന ഒന്ന് ക്രമീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഇന്ന് നമ്മുടെ പ്രാർത്ഥന വേഗത്തിൽ നിർത്തേണ്ട, പെട്ടെന്ന് ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ 1-2 പേര് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് നാളെ പിന്നെ തുടർമാനമായിട്ട് കേൾക്കാം. സാക്ഷിയുള്ളവർ മാത്രം പെട്ടെന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞു. ആമേൻ. കർത്താവെ, അങ്ങ് പൂർണ്ണ സൗഖ്യം പ്രിയമുള്ളവൻ ഇൻസ്റ്റൻ്റ്ലി കൊടുത്തതിന് നന്ദി പറയുന്നു. ഇപ്പം തന്നെ സുവർണ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ സൗഖ്യത്തെ കർത്താവ് കൊടുത്തല്ലോ. കർത്താവ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ പറഞ്ഞു.
തീർച്ചയായിട്ടും കർത്താവെ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് സൗഖ്യമാക്കിയെന്ന് പറയും. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രാവശ്യവും വരുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഏത് അലർജി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ടെന്ന് വിശ്വസിച്ചത് കാണാൻ സിസ്റ്റർ കർത്താവ് കൃപ കൊടുത്തു. കർത്താവ് തൊട്ടതിന് നന്ദി സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരോടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. എന്തോ എന്തോ ആ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ മാനിക്കുന്ന മേഖലയുണ്ട്. എവിടെയാണെങ്കിലും കർത്താവ് നമ്മൾ ഇനിയും സാക്ഷ്യവാക്കി. ഇതെല്ലാം എപ്പോഴും ഒരു ആരംഭമാണ്. ഇനിയും വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പറഞ്ഞു. ഒരു സെക്കൻഡ്, രണ്ടുപേരും ഒരുമിച്ച് പറയാതെ പറഞ്ഞു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന കർത്താവ് അതിനെ ഒരു അത്ഭുതം ചെയ്യുക കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക, കൂട്ടായ്മ ആചരിക്കുക, വചനത്തിൽ ബലപ്പെടുക, കർത്താവ് സാക്ഷിയാക്കുക കേട്ടോ. മറ്റെല്ലാം തുടങ്ങി പറഞ്ഞാട്ടെ. പറഞ്ഞോ. എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? ഓ സ്വത്രം. സിസ്റ്ററെ ഇത് സിസ്റ്റർ എവിടുന്നാണ് വിളിക്കുന്നത്? നാട് മീൻസ് അല്ല, ഇവിടെ മീറ്റിങ്ങിന് വരാൻ പറ്റുന്നത് എവിടെയാണ്? സാക്ഷ്യം പറയാൻ പറ്റുന്നത്? പട്ടണത്ത് വന്ന് സാക്ഷ്യം പറയണേ. കർത്താവ് അനേകം നടുവേദന ഉള്ളവർക്ക് സൗഖ്യമാകുവാൻ ഇത് കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷി ഇവിടെയായി തീരും കേട്ടോ. പറഞ്ഞു. ആമേൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, സിസ്റ്ററുടെ 4-5 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദന, അത് നിങ്ങളെല്ലാവരും കേട്ടണം. എറണാകുളത്തൊക്കെ ഉള്ളവർ സാക്ഷി. നമ്മൾ ഒരിക്കലും ഒരു നാണക്കേട് വിചാരിക്കരുത്. കാര്യം രോഗിയായി നമ്മൾ കിടപ്പിൽ കിടക്കുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കും, കർത്താവ് എനിക്കൊരു സൗഖ്യം തരണേന്ന് പറയും. പക്ഷേ യേശു നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു. ഒരു മടിയും വേണ്ട, സാക്ഷ്യങ്ങൾ പറയണം. രണ്ടാമത് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ സിസ്റ്റർ പോലും ശ്രദ്ധിച്ചില്ല. അതാണ് സിസ്റ്റർ പറഞ്ഞല്ലേ, ആ കാർഡിൻ്റെ അകത്ത് ആ നമ്പർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല അല്ലേ. പക്ഷേ അത് പിന്നീട് അത് കേട്ടതിന് ശേഷം അപ്പം ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ പ്രവചന ആലോചന വെളിപ്പെടുമ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ മൈന്യൂട്ടായിട്ട് കാണുന്നത് പോലും കർത്താവ് പലതും നമ്മളെന്ന വ്യക്തിയെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മൾ ചിന്തിക്കരുത്. നിങ്ങളുടെ വീടിൻ്റെ അകത്തുള്ള ഓരോ കാര്യങ്ങളും കർത്താവ് ഈ വെളിപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെന്ന വ്യക്തിയെ കാണുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ ബലപ്പെടണം, ധൈര്യപ്പെടാൻ വേണ്ടി നമ്മളെ വീണ്ടും കർത്താവ് ഉറപ്പിക്കുന്നതാണ് ഈ ആലോചനകൾ കർത്താവ് കാണിക്കുന്നത്. നമുക്ക് കർത്താവിൽ പിന്നെയും പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പിന്നെയും കാണാൻ. കർത്താവ് ചെയ്ത സൗഖ്യത്തിനും അത്ഭുതത്തിനും പ്രവചന ആലോചനയ്ക്കും വലിയ വചനത്തിനും നന്ദി പറയുന്നു. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് വ്യക്തിപരമായി നിങ്ങൾ എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. നമ്മുടെ യാത്രയിൽ പ്രാർത്ഥിക്കുക.
ഞാൻ കർത്താവിൻ്റെ കൃപയാൽ ആ യാത്രയിലൊക്കെയും വരുമ്പോൾ ആ ക്ലൈമറ്റ് ചേഞ്ചുകളൊന്നും ഒരു ബുദ്ധിമുട്ടും വരാതെ എല്ലാം സന്തോഷത്തോടെ സമാധാനത്തോടെ ഏറ്റവും അനുഗ്രഹമായി തന്നെ വീണ്ടും നമുക്ക് വരുവാനുള്ള ഒരു ബലം ഈ ഒരു പ്രാർത്ഥനയിൽ ഉണ്ടാകട്ടെ. ലോകരാജ്യങ്ങളിലേക്ക് ഇത് പടരട്ടെ. നമുക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കഴിവതും ഹൃദയത്തിൽ ചിന്തയുള്ളവർ ആഗ്രഹമുള്ളവരെല്ലാം പോരുക. പ്രത്യേകിച്ച് എറണാകുളം മീറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഞാനത് വളരെ എറണാകുളം മറ്റ് മീറ്റിങ്ങുകളെ ഞാൻ ചെറുതായി കാണുന്നതല്ല, എങ്കിലും ഉള്ളത്തിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥന ആയതുകൊണ്ട് അത് വലിയൊരു നമുക്ക് തുടക്കത്തിലായതുകൊണ്ട് തന്നെ വലിയൊരു എക്സൈറ്റഡ് ആണ്. കർത്താവ് അതിൻ്റെ അകത്ത് വൻ കാര്യങ്ങളെ ചെയ്യും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ അവിടെ കാണാൻ വേണ്ടി തുടക്കം മുതൽ തന്നെ മീറ്റിംഗ് അവസാനിക്കുന്ന ആ സ്ഥലം കോട്ടയത്ത് വരെ അതിൻ്റെ ഒഴുക്കുണ്ടാകും. വലിയ പ്രവർത്തനം. ഞാനെപ്പോഴും പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. എപ്പോഴാണ് ദൈവം ഇടപെടുന്നത് എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും പറയുകയാണ്, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്കറിയത്തില്ല. ഞാൻ പലപ്പോഴും പറയാറില്ല, ബ്രദറെ നിങ്ങൾ ഇപ്പം തുടക്കത്തിൽ കയറി പെട്ടെന്ന് ചിലപ്പോൾ പ്രവർത്തിക്കും. ചിലപ്പോൾ ദൈവം എപ്പോഴാണ്, ഏത് സമയത്താണ്, ചിലപ്പോൾ വചനം പറയുമ്പോഴാണോ, പ്രാർത്ഥിക്കുമ്പോഴാണോ, അതോ ഏത് മീറ്റിങ്ങിലാണോ നമുക്കറിയത്തില്ല. ആ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നത് പരിശുദ്ധാത്മാവാണ് തീരുമാനിക്കുന്നതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ എന്നോട് ഇടപെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥനകളെ ഇന്നത്തേക്ക് ഞാൻ നിർത്തുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നാളെ നമുക്ക് പിന്നെ ഒരുമിച്ച് കൂടാം. കർത്താവ് നമ്മളെ വീണ്ടും വചനത്താലും ആലോചനയാലും പ്രാർത്ഥനയാലും നിറയ്ക്കുന്ന ദൈവമാണ്, ശക്തനാക്കുന്ന ദൈവമാണ്. എൻ്റെ കൂടെ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയുവാൻ തയ്യാറായിക്കാട്ടെ. കർത്താവ് നിങ്ങളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ, സകലത്തിലും അനുഗ്രഹമാക്കുന്ന ദൈവമാണല്ലോ നമ്മുടെ ദൈവം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത്